ഈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് നമുക്ക് ഈ വചനം കേൾക്കാൻ ഇത്രയും നല്ലൊരു അവസരം, ഇത്രയും നല്ലൊരു സമയം, ഇത്രയും നല്ലൊരു ഭാഗ്യം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മയിലേക്ക് ആദ്യമായിട്ടും നിരന്തരമായും ജോയിൻ ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും, സഹോദരി സഹോദരന്മാരെയും, കർത്തൃദാസീദാസന്മാരെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ലൈഫിൽ ഉണരാതെയും ഉളവാകാതെയും ഇരിക്കുന്ന കാര്യങ്ങൾ കർത്താവ് ഉണർത്തുകയും ഉളവാക്കിയെടുക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ അവകാശത്തിൻ്റെ ഓഹരിക്കാരനാക്കി ദൈവം നമ്മെ ഓരോരുത്തരെയും മാറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ എടുത്തിരിക്കുന്നത് അഭിഷേകത്തെക്കുറിച്ചുള്ള ഒരു വാക്യമാണ്, അഭിഷേകത്തെക്കുറിച്ചുള്ളൊരു ചിന്തയാണ്. ഇന്ന് ഞാൻ ദൈവകൃപയിൽ എനിക്ക് ദൈവം എൻ്റെ ഉള്ളിൽ 3, 4, 5 ദിവസം കൊണ്ട് ഈ ഒരു വാക്യം ഇങ്ങനെ ഉള്ളിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഗഹനമായി ഒന്ന് ചിന്തിക്കാനോ അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാനോ ഒന്നുമുള്ള അത് പ്രാർത്ഥിച്ചൊരുങ്ങാത്തത് കൊണ്ടാണ് ഞാൻ ആ സബ്ജക്റ്റിലേക്ക് ഇതുവരെ പ്രവേശിക്കാത്തത്. എന്നാൽ ഇന്ന് അതിനുവേണ്ടി അല്പസമയം ചെലവിടുവാൻ ദൈവാത്മാവ് സഹായിച്ചു. അതുകൊണ്ട് ആ ഒരു വാക്യം, ആ ഒരു ഭാഗം ദൈവകൃപയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കണമെങ്കിലും ദൈവ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിലും ദൈവനാമത്തിൽ മറ്റൊരു വ്യക്തിക്ക് നമ്മളൊരു പ്രയോജനകരമായി തീരണമെങ്കിലും നമ്മുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം വേണം. അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ ദൈവം പകരുന്നത് തൻ്റെ വിളിയാലാണ്. വിളിയുള്ള ഒരു മനുഷ്യൻ്റെ മേൽ ദൈവം അഭിഷേകം പകരും. അതിന് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ ദൈവം അഭിഷേകം ചെയ്തതായിട്ട് കാണുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ലാതെ ദൈവം സകലരെയും അഭിഷേകം ചെയ്യുന്നു. ദൈവം സകലരെയും അഭിഷേകം ചെയ്യുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ വരവ് നിമിത്തവും തൻ്റെ നാമം നിമിത്തവും നമുക്ക് ലഭിച്ചൊരു മഹാഭാഗ്യമാണ്. ആ അഭിഷേകത്തിന് വ്യത്യസ്തമായ തലങ്ങൾ ഉണ്ട്. എന്നാൽ വ്യത്യസ്ത തലങ്ങളിലെ അഭിഷേകത്തെക്കുറിച്ച് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അഭിഷേകം എല്ലാവരുടെയും മേൽ ഉണ്ടെങ്കിലും ആ പകർന്ന അഭിഷേകത്തിനൊത്തവണ്ണം എല്ലാവർക്കും പ്രയോജനപ്പെടാൻ പറ്റാറില്ല. അഭിഷേകം എല്ലാവരുടെ മേലും ഉണ്ടെങ്കിലും അത് എല്ലാവരും തിരിച്ചറിയാറില്ല. അഭിഷേകം ഇഷ്ടമുള്ള വ്യക്തി ദൈവത്തോട് ചോദിച്ച് അഭിഷേകം പ്രാപിച്ചാലും ആ അഭിഷേകത്തെ എങ്ങനെ ഏത് വിധത്തിൽ പ്രയോജനപ്പെടുത്തണമെന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ തന്നെ അവനിൽ വിസിബിളായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നാം പഴയ നിയമം പഠിക്കുമ്പോൾ മുതൽ നമുക്ക് മനസ്സിലാകും. അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ പകരുന്നത് തന്നെ അവനിൽ ഒരു മാറ്റമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ പകരുന്നത് തന്നെ അവനിൽ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. തെറ്റിദ്ധരിക്കേണ്ട, അവനിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ദൈവത്തിൻ്റെ അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ പകരുമ്പോൾ ഒരു മനുഷ്യൻ അഭിഷേകം പ്രാപിക്കുന്നതിനു മുന്നേ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അതിൽ നിന്ന് അവൻ്റെ സ്വയചിന്തയാൽ അവൻ ചെയ്തതിൽ നിന്നും, അവൻ്റെ സ്വന്തം ഇഷ്ടത്താൽ ചെയ്തതിൽ നിന്നും, സ്വന്തം തീരുമാനത്താൽ ചെയ്തതിൽ നിന്നും അഭിഷേകം പകർന്നവൻ്റെ ഇച്ഛയാലും ഇഷ്ടത്താലും അധികാരത്താലും ആ നിർദ്ദേശാനുസരണം ഒരു ശുശ്രൂഷ ചെയ്യാൻ, ഒരു വേല ചെയ്യാൻ, ഒരു ചുവടുവെപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് ദൈവം അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ പകരുന്നത്. ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ
ശമൂവേലിൻ്റെ ഒന്നാമത്തെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒൻപതാമത്തെ അധ്യായം പഠിക്കുന്ന സമയം തന്നെ ശൗലിനെ രാജാവായിട്ട് തിരഞ്ഞെടുക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശമൂവേൽ പ്രവാചകനോട് പറയുന്നുണ്ട്. എന്നാൽ ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തതുപോലെ അല്ല ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തത്. ശൗലിനെ വിളിച്ചു കൊണ്ടുവന്ന പാറ്റേണിലല്ല ദാവീദിനെ ദൈവം വിളിച്ചു കൊണ്ടുവന്നത്. അഭിഷേകം ചെയ്തു എന്നുള്ളത് സത്യമാണ്. ശൗൽ ഡെഡിക്കേറ്റഡ് ആയിരുന്നത് പോലത്തെ രീതിയിലല്ല ദാവീദ് ഡെഡിക്കേറ്റഡ് ആയിരുന്നത്. എന്നാൽ അഭിഷേകം പകർന്നത്, ശൗലിൻ്റെ മേൽ അഭിഷേകം പകർന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്താല. ശൗൽ കൊതിച്ചിട്ടല്ല, ദൈവം തന്നെ തിരഞ്ഞെടുത്ത് വിളിച്ച് കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തു എന്നാണ് നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ശൗലിനെ അഭിഷേകം ചെയ്യാൻ തിരഞ്ഞെടുത്ത രീതി എനിക്കൊന്ന് ബൈബിൾ വായിച്ചപ്പോൾ ഭയങ്കരമായിട്ട് എന്നെ പ്രചോദിതനാക്കി, എന്നെ ഇൻട്രസ്റ്റഡ് ആക്കി. അത് നമ്മൾ ചിന്തിക്കാതെ അറിയാതെ പോകരുത്. നമ്മൾ ഈ ദൈവം അഭിഷേകം ചെയ്യുന്നു, ദൈവം ഉപയോഗിക്കുന്നു, കർത്താവ് ശക്തമായി ആ വ്യക്തിയെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ധാരണ ഉള്ളതെന്ന് വെച്ചാൽ പുള്ളി ഇച്ചിരി റിച്ച് ആയതുകൊണ്ടായിരിക്കും, പുള്ളി ഇച്ചിരി ഹയർ ക്വാളിഫൈഡ് ആയതുകൊണ്ടായിരിക്കും, പുള്ളിക്ക് ഇച്ചിരിയൊക്കെ കഴിവുള്ളത് കൊണ്ടായിരിക്കും, വലിയ ഫാമിലിയിലുള്ളത് കൊണ്ടായിരിക്കും, അവർക്ക് ഭയങ്കര ആ ദൈവദാസന്മാരുടെ സർക്കിളുമായിട്ടൊക്കെ ഭയങ്കര ബന്ധമുള്ളത് കൊണ്ടായിരിക്കും. പല രീതിയാണ് നമ്മുടെ ചിന്തയിൽ. കാരണം ഒരു വ്യക്തിയെ അതിശക്തമായി ദൈവം ഉപയോഗിക്കുമ്പം നമ്മുടെ ചിന്തയിൽ അങ്ങനെയൊക്കെ വരും. അങ്ങനെ പുള്ളിക്ക് ഭയങ്കര കണക്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. സ്വാഭാവികമാണ്. എൻ്റെ ഉള്ളിൽ ഉൾപ്പെടെ ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സ്വാഭാവികമാണ്, അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം, ആ രീതിയിലായിരിക്കാം, ഇങ്ങനെയൊക്കെ ഞാൻ പണ്ട് ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ശൗലിനെ ശമൂവേൽ അഭിഷേകം ചെയ്യാൻ ദൈവേഷ്ടപ്രകാരം വിളിച്ചു വേർതിരിച്ചപ്പോൾ ശൗൽ പോലും അത്ഭുതപ്പെട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഞാൻ ഈ കാര്യത്തിന് യോഗ്യനോ? ഞാൻ ഈ കാര്യത്തിന് യോഗ്യനോ? കാരണം ശൗൽ ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. ബെന്യാമീൻ ഗോത്രം ഇസ്രായേൽ ഗോത്രത്തിൽ വെച്ച് ഏറ്റവും ചെറിയ ഗോത്രമാണ്. ബെന്യാമീൻ ഗോത്രം ഇസ്രായേൽ ഗോത്രത്തിൽ വെച്ച് ഏറ്റവും ചെറിയ ഗോത്രമാണ്. അത് ഈ 8-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ, 8-ാമത്തെ അധ്യായം 9-ാമത്തെ അധ്യായം ഒക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നൊരു കാര്യമാണ്. ബെന്യാമീൻ ഗോത്രത്തിലുള്ള ഒരു പുരുഷനാണ് ശൗൽ എന്നുള്ളത്. കീശിൻ്റെ മകനായ ശൗൽ ബെന്യാമീൻ ഗോത്രക്കാരനാണെന്ന് നമ്മൾ ഇത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വായിക്കാനാണെങ്കിൽ ഒത്തിരി വചനമുണ്ട്. ഇവിടെ 21-ാമത്തെ വാക്യം, 9-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 9-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം 20 മുതൽ വായിക്കാം. 3 ദിവസം കാണാതെ പോയ കഴുതകളെക്കുറിച്ച് ചിന്തിക്കണ്ട, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ ആഗ്രഹമൊക്കെയും, ശ്രദ്ധിക്കണേ, എന്നാൽ ഇസ്രായേലിൻ്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? ശമൂവേൽ ചോദിക്കുന്ന ചോദ്യ, ആരുടെ മേൽ? നിന്റെ മേലും നിന്റെ സർവ പിതൃഭവനത്തിന്മേലും അല്ലയോ എന്ന് പറഞ്ഞു. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവദാസിയെ, കൂടപ്പിറപ്പെ ഒന്ന് ശ്രദ്ധിച്ചേ. ശമൂവേൽ ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടപ്പോ ഒരു പരിചയവും ഇല്ലാതെ ദൈവം താൻ വരുന്നതിന് 3 ദിവസങ്ങൾക്ക് മുന്നേ ശമൂവേൽ പ്രവാചകന്, നീ ശൗൽ എന്ന് പറയുന്ന ഒരു ബെന്യാമീൻ ഗോത്രക്കാരനുമായി പരിചയപ്പെടുമെന്നും അവൻ നിന്നെ കാണാൻ നീ ഇരിക്കുന്നിടത്ത് വരുമെന്നും നീ അവനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളണമെന്നും നീ അവനെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണമെന്നും ദൈവം മുന്നറിവ് കൊടുത്തിരിക്കുകയാണ് ഈ ദർശകന്, ഈ പ്രവാചകന്, ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകന്. അതുകൊണ്ട് തന്നെ ശൗൽ എന്ന് പറയുന്ന മനുഷ്യനുമായി കണക്റ്റ് ആയപ്പോൾ, വന്ന് കണ്ടപ്പോൾ, പ്രൈസ് ദ ലോർഡ് പറഞ്ഞപ്പോൾ, സ്തോത്രം ദൈവദാസനെ എന്ന് പറഞ്ഞപ്പോൾ ശൗലിന് അത്ഭുതമാ, പക്ഷെ ശമൂവേലിന് അത്ഭുതം തോന്നിയില്ല. തന്നെയുമല്ല,
തൻ്റെ വായിൽ നിന്ന്, ശമൂവേൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വായിൽ നിന്ന് ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മേലേക്ക് വീഴുന്ന വാക്കുകൾ, ആ കോൺവെർസേഷനിലൂടെ, സംഭാഷണത്തിലൂടെ വീഴുന്ന വാക്കുകൾ പ്രവചന ദൂതുകളായിട്ട് ആ മനുഷ്യൻ്റെ ശിരസിന്മേൽ വീണുകൊണ്ടിരിക്കുകയാണ് എന്ന് ആ മൊമെന്റിലും ദൈവം അനോയിന്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ശമൂവേൽ എന്ന് പറയുന്ന മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും മനസ്സിലാകുന്നില്ല എന്ന് നമ്മൾ അറിയണം. എന്നെ ഒന്ന് ശ്രദ്ധിച്ചിനി കേൾക്കണം. പല സന്ദർഭങ്ങളിലും ദൈവം ചില ദൈവദാസന്മാരുമായി നമ്മളെ സംസാരിക്കാൻ അനുവദിക്കുമ്പോൾ, നന്നായി പ്രാർത്ഥിക്കുന്ന ചില സഹോദരങ്ങളുമായി നമ്മളെ സംസാരിക്കാൻ അനുവദിക്കുമ്പോൾ, നമ്മൾ അവരുമായി നമ്മുടെ വിഷയങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണമോ നമ്മളെ അനുഗ്രഹിക്കാൻ എന്ന വണ്ണമോ നന്നായി പ്രാർത്ഥിക്കുന്ന പ്രവചനാത്മാവുള്ള, ദൈവാത്മാവുള്ള, ദൈവസ്നേഹമുള്ള ചില മനുഷ്യരെ നിങ്ങൾ ചെറുതായി കാണണ്ട, ചില സഹോദരങ്ങളെ നിങ്ങൾ ചെറുതായി കാണണ്ട, ചില അമ്മമാരെ നിങ്ങൾ ചെറുതായി കാണണ്ട, ചില ആൻറ്റിമാരെ നിങ്ങൾ ചെറുതായി കാണണ്ട, ചില സഭാ വിശ്വാസികളെ നിങ്ങൾ ചെറുതായി കാണണ്ട. കാരണം ദൈവത്തിന് സംസാരിക്കാൻ ഏതു മനുഷ്യൻ്റെയും ഏതു മൃഗത്തിൻ്റെയും അധരം ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഞാൻ ചുമക്കുന്ന ഈ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ. ഈ മനുഷ്യനെ, ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ ശമൂവേലുമായി കണക്ട് ചെയ്യാൻ ശൗലിന്റെ ജീവിതത്തിൽ ഒരു പേഴ്സ് കാണാതാക്കിയില്ല. ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ ശമൂവേലിന്റെ അടുത്തെത്തിക്കാൻ തനിക്കൊരു മാറാരോഗം ദൈവം കൊണ്ടിട്ടില്ല. ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ ശമൂവേൽ എന്ന് പറയുന്ന മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന തൈലപത്രത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ തനിക്കൊരു ആക്സിഡന്റ് വരുത്തിയില്ല. പകരം അപ്പന്റെ കഴുതകളെ കർത്താവ് മാറ്റി നിർത്തി. ആ കീശിന്റെ കഴുതകളെ എന്നും മേഞ്ഞുകൊണ്ടിരിക്കുന്ന കഴുതകൾ, ആ ലൊക്കാലിറ്റിയിൽ പുതിയതായിട്ട് വന്നിറങ്ങിയ കഴുതകളല്ല, വർഷങ്ങൾ കൊണ്ട് തൻ്റെ അപ്പൻ മേയ്ക്കുന്നതും ശൗല് മേയ്ക്കുന്നതുമായ കഴുതകളെ സഡൻലി കാണാതാകുന്നു. എന്ന് പറഞ്ഞാൽ ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ ശമൂവേലിന്റെ കയ്യിലിരിക്കുന്ന വിളിയുള്ള ശൗലിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സുഗന്ധമുള്ള തൈലത്തിന്റെ കീഴിലേക്ക് ശൗൽ എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഗോത്രത്തിലുള്ള സാധാരണ മനുഷ്യനെ കൊണ്ടുവരാൻ അപ്പനുണ്ടായിരുന്ന ചിലതിനെ, അപ്പനുണ്ടായിരുന്ന സമ്പത്തിനെ ദൈവം ഒന്ന് മറച്ചു വെച്ചു. എന്നിട്ട് അപ്പൻ പറഞ്ഞു, നീ പോയി അന്വേഷിക്ക്, നീ അന്വേഷിച്ചാൽ ചിലതിനെ കണ്ടെത്തും. കീശ് എന്ന് പറയുന്ന ഞാൻ പോണ്ട മോനെ, ഈ കാര്യത്തിന് നീ പോയാൽ മതി. അവിടെ ഒരു ദൂത് എനിക്ക് പറയാനുണ്ട്. നമ്മുടെ വീട്ടിലിരിക്കുന്ന പലരുടെയും പ്രതീക്ഷ നമ്മിലായിരിക്കാം. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ നിങ്ങളുടെ മുകൾ തട്ടിലുള്ളവർക്ക് വലിയ പ്രതീക്ഷകൾ കാണും. നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക്, സുപ്പീരിയർ ഓഫീസറിന്, നിങ്ങളുടെ ബോസിന് നിങ്ങളുടെ മേൽ, സാധാരണക്കാരനായ നിന്റെ മേൽ ഒരു ഭയങ്കര പ്രതീക്ഷ കാണും. കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. കാരണം നിന്റെ മേൽ എന്തോ ഉണ്ടെന്ന്, ആത്മാവുണ്ടെന്നൊന്നും ഒരു പക്ഷേ അവർക്കറിയണമെന്നില്ല. പക്ഷെ നിന്റെ മേൽ എന്തോ ഒന്നുണ്ടെന്ന്, സൂപ്പർ നാച്ചുറലി എന്തോ ഒന്ന് നിന്നെ കവർ ചെയ്യുന്നു എന്ന് അവർക്കറിയാം. നീ അന്വേഷിച്ചാൽ ചിലത് കിട്ടുമെന്ന് അവർക്കറിയാം. നീ ചിലതിന്റെ മേൽ കൈവച്ചാൽ അത് വിടുതല, ആ കാര്യം ഓക്കെയാ, തിരിഞ്ഞു നോക്കണ്ടെന്ന് ചിലർക്കറിയാം. അതുകൊണ്ട് കീശു പറഞ്ഞു, മോനെ നീ പോയി നോക്ക്, കഴുതെ കാണാനില്ല. മോനെ ചിലതൊക്കെ കാണാതാകുന്നത് പോലും നീ ശരിയായ ഒന്നിനെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ചിലതൊക്കെ നിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നത് പോലും നീ ശരിയാം വണ്ണം ഒന്ന് അന്വേഷിച്ച് ശരിയായതിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാ. ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് ഒരു കാരണവും ഇല്ലാതെ പെട്ടെന്ന് അകന്നു പോകുന്നതും അപ്രത്യക്ഷമാകുന്നതും ഒക്കെ നീ ശരിയാം വണ്ണം കരുത്തനായി മാറാൻ വേണ്ടിയിട്ടാ. ഞാൻ എൻ്റെ മിനിസ്ട്രിയുടെ തുടക്ക സമയങ്ങളിൽ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവർ
ഒരു കാരണവും ഇല്ലാതെ നമ്മളുമായിട്ട് ഒരു 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 ബായ് പോലും പറയാതെ അവർ നമ്മളെ വിട്ട് അങ്ങ് അകന്നു പോകും. ഒരു കാരണവുമില്ല. ഒരാൾ അകന്നു പോയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന് സുഖമില്ലാത്തപ്പോൾ ഞാൻ ഒരു 2-3 പ്രാവശ്യം വിളിച്ച് സുഖമാണോ, ഇപ്പൊ സുഖമായോ, ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സുഖമായോ എന്ന് ചോദിച്ചതാണ് കുറ്റം. കാരണം അത് ബ്രദർ എപ്പോഴും വിളിച്ച് എനിക്ക് അസുഖം മാറിയോ എന്ന് ചോദിക്കുന്നു. ഇതൊരു വല്ലാത്ത ഭൂതായിപ്പോ അല്ലേ? അസുഖം മാറിയോ എന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് സുഖമായോ, നിങ്ങൾക്ക് അസുഖം മാറിയോ എന്ന് അന്വേഷിച്ചത് തെറ്റാണ് എന്ന് കണ്ട് അവർ നമ്മളെ വിട്ടുപോയി. അന്നേരം എനിക്ക് ഭയങ്കര വിഷമം തോന്നി, ഭയങ്കരമായിട്ട് പെയിൻ. അയ്യോ കർത്താവ്, ഇതെന്താ ഇങ്ങനെ? ഞാൻ ഇവരെയൊക്കെ പ്രാർത്ഥിച്ച് കവർ ചെയ്ത് നിർത്തുന്നതല്ലേ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. ഇവർക്ക് സുഖമില്ല പാസ്റ്റർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇവർ പറഞ്ഞപ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ലേ. അവരുടെ ക്ഷേമം അന്വേഷിച്ചത് തെറ്റായിപ്പോയോ? എവിടെ എൻ്റെ കുറവ്? ഞാൻ ദൈവത്തോട് ചോദിച്ചു. പറഞ്ഞേട്ടാ, നിന്നിലല്ല കുറവ്, അവരിൽ കുറവുണ്ടെന്നുമല്ല, നിന്നില്ല. ഞാൻ അവരെ നിന്റെ അടുത്തുനിന്ന് മാറ്റിയത്. കാര്യം എന്താണെന്നറിയാമോ? അതിനുശേഷം ഞാൻ ദൈവം എന്നെ ട്രെയിൻ ചെയ്തത് വേറെ ലെവലിലാണ്. പിന്നെ അതിനുശേഷം എനിക്കത് ഭയങ്കര ഓർമ്മയാണ്. ഞാൻ അതിനെ ഓർത്ത് ദൈവത്തിന് ഇന്നും ഒരുപക്ഷെ അവർ ചേർന്ന് നിന്നെങ്കിൽ ഞാൻ പല കാര്യങ്ങൾക്കകത്തും ബലഹീനനായി, ഇനി ഞാൻ ഒത്തിരി അപ്ഡേറ്റ് ആകാൻ ഉണ്ടായേനെ. പക്ഷെ അവർ മാറിയപ്പോൾ എന്നിൽ വന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് ദൈവം അത് നന്മയ്ക്കായിട്ടാണ് ചെയ്തത്. അവർക്കും നന്മ, എനിക്കും നന്മ, അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ ഈ കൂട്ടായ്മയെന്ന് മാറ്റിയത്, അല്ലെങ്കിൽ എന്നിൽ നിന്ന് അങ്ങ് മാറ്റിയത് അവർക്ക് ദോഷവും എനിക്ക് നന്മ, എന്നോ ഒരിക്കലും അങ്ങനെയല്ല. ദൈവം ഒരാൾക്ക് തിന്മ കൊടുത്ത് മറ്റൊരാൾക്ക് നന്മ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവർക്കും ഒരു നന്മ, അവരും എവിടെയെങ്കിലും, അവരും മറ്റൊരു മേഖലയിലേക്ക് അവരും ദൈവശക്തി ആർജിച്ചെടുക്കാൻ സഹായകമായേക്കാം. എന്നിൽ വന്ന ഒരു അപ്ഡേഷൻ ഉള്ളതുപോലെ അവരിലും വല്ലതും വന്നേക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാനും ദൈവസന്നിധിയിൽ കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് എന്തൊക്കെയോ മേഖലകളിൽ ഞാൻ അപ്ഡേറ്റഡ് ആയി. ദൈവദാസനെ, പ്രാർത്ഥിക്കുന്ന കുടുംബമേ, ഒത്തിരി മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യ സ്നേഹിയെ, ചിലരെയൊക്കെ നമ്മൾ അങ്ങ് സ്നേഹിച്ച് സ്വന്തം മക്കളെക്കാളും, പാസ്റ്റേഴ്സ് അങ്ങനെയാണ്, സ്വന്തം മക്കളെക്കാളും കൂടെ നിൽക്കുന്ന സഭയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ അധികം, നമ്മൾ സ്വന്തം മക്കളെക്കാളും നമ്മൾ അങ്ങ് ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. ഒരു കാരണവും ഇല്ലാതെ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിച്ചായിരിക്കാം ഒരു വ്യക്തി പോകുന്നത്. ലീവ് ഇറ്റ്. എവിടെയോ നമ്മുടെ തെറ്റുകൊണ്ടല്ല അവർ പോയതെങ്കിൽ നമ്മൾ അവരെ പോയി കണ്ട് കാര്യം അന്വേഷിച്ച് അവരെ വീണ്ടും കറക്റ്റ് ചെയ്തതിന് ശേഷവും അവർ കറക്റ്റായി നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന്. പെട്ടെന്ന് എനിക്ക് ആ ഒരു ഓർമ്മ വന്നു, ഞാൻ കയറ്റി പറഞ്ഞു, ഈ ഒരു ദൂത് ഇങ്ങനെ ഞാൻ കൊണ്ടിട്ടു. എനിക്ക് അറിഞ്ഞൂടാ ആർക്കെങ്കിലും പ്രയോജനം കാണും. ലീവ് ഇറ്റ്, അങ്ങനെ അങ്ങ് മാറ്റിയേക്കുക. നമ്മൾ ഓർക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശപിക്കരുത്, ഒരു മനുഷ്യനെ ശപിക്കരുത്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ഇവിടെ വന്ന് സമ്മാനം വാങ്ങുമെന്ന് പറയരുത്. ഒരു മനുഷ്യരെ, ഒരു ദൈവമക്കളെ, ഒരു ദൈവദാസനെ, ഒരു ദൈവദാസിയെ, ഒരു വ്യക്തിയെ, നിങ്ങൾക്ക് ദോഷം ചെയ്തവരെ പോലും ശപിക്കരുത്. വേദപുസ്തകം അത് വ്യക്തമായി പഠിപ്പിക്കുന്നു. കാരണം നമ്മൾ അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നവരും ദൈവത്തെക്കുറിച്ച് പറയുന്നവരും ക്ഷമിക്കുന്ന കർത്താവിനെ കുറിച്ച് പറയുന്നവരുമായിരിക്കെ നമ്മൾ മറ്റൊരു നാവ് നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. ലിവിറ്റ്, അവരെ വിട്ടേക്കുക. ഓർക്കുമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അങ്ങനെയും വേണ്ട, വിട്ടേക്കുക. പക്ഷേ നമ്മെ ദൈവം മറ്റൊരു നിലവാരത്തിൽ പണിത് അവരെ നമ്മിൽ നിന്ന് മാറ്റിയതിൻ്റെ പിന്നിൽ, നമ്മുടെ ബന്ധവുമായി അവരെ മാറ്റിയതിൻ്റെ പിന്നിൽ, നമ്മുടെ കവറിങ്ങിൽ നിന്ന് അവരെ ദൈവം മാറ്റിയതിൻ്റെ പിന്നിൽ നമ്മിൽ എന്തോ ചില കാര്യങ്ങൾ വരാനുണ്ട്. ഇവിടെ അപ്പൻ്റെ കഴുതകളെ ദൈവാത്മാവ് മാറ്റിയതിൻ്റെ പിന്നിൽ ഒരു കഴുതയെ പോലും കടുവ പിടിച്ചോണ്ട് പോയില്ല. ഓർക്കണം, ഒരു കഴുതയെ പോലും കടുവ പിടിച്ചോണ്ട് പോയില്ല. ഈ കഴുതകളെ കാണാനില്ല. അവർക്ക് പരിചയമുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർ പോകാൻ സാധ്യതയുള്ള, കഴുതകൾ മേയാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരു ഭൃത്യനും ഈ ശൗലും കൂടെ അന്വേഷിച്ചിട്ടും 3 ദിവസം അന്വേഷിച്ചിട്ടും കാണാനില്ല. 4ാമത്തെ ദിവസം പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് പാം, ഇനിയില്ല, എവിടെയോ പോയി മുങ്ങിച്ചത്തു, നമുക്ക് അച്ഛനോട് പോയി അപ്പയോട് പോയി പറയാം. അല്ലെങ്കിൽ ഇനി മനുഷ്യരായ നമ്മളെ കാണാത്തതിൻ്റെ പേരിൽ അപ്പൻ വ്യസനിച്ചു ദുഃഖിക്കും.
അപ്പോഴേ ഭൃത്യം പറയുന്നത്, നമുക്കൊരു കാര്യം ചെയ്താൽ ഇത്രയിടം വരെ വന്നേയല്ലേ, ഈ സ്ഥലത്ത് വന്നപ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്നു, ഇവിടെ നല്ലൊരു ദൈവദാസനുണ്ട്, ഇവിടെ നല്ലൊരു അഭിഷിക്തനുണ്ട്, ദൈവാത്മാവിൽ പ്രവചിക്കുന്നൊരു മനുഷ്യനുണ്ട്, അവൻ പറയുന്നതെല്ലാം ഒത്തുപോകുന്നു. ഒരു ദൂത് കണക്റ്റ് ഒരു ബന്ധം ആരംഭിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിക്കേ. വീട്ടിലിരുന്ന ശൗല് അപ്പൻ്റെ കഴുതെ കാണാനില്ല എന്നുള്ള പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴുതയെ കണ്ടുപിടിക്കാൻ എന്നുള്ള നിലയിൽ താൻ യാത്ര തിരിച്ചു. ആക്ച്വലി കഴുതയെ കണ്ടുപിടിക്കാനല്ല, ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടിമുട്ടലിന്, ദൈവദാസനുമായിട്ടുള്ളൊരു കൂട്ടിമുട്ടലിന്, ദൈവിക പദ്ധതിയിലേക്കുള്ളൊരു പ്രവേശനത്തിന് വേണ്ടി ദൈവം കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് ശൗലിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത്. ദൈവാത്മാവിൽ ഞാനൊരു ദൂത് താങ്കളോട് പറയാം, ഇതുപോലെ പലതും ഇല്ല, അത് ഉണ്ടാക്കാൻ വേണ്ടി പലതും കാണാനില്ല, അതിനെ കണ്ടുകിട്ടാൻ വേണ്ടി പലതും ഇതുവരെ നടന്നില്ല, നടത്തിയെടുക്കാൻ വേണ്ടി പലതും പൂർണ്ണമാക്കാൻ വേണ്ടി നിങ്ങൾ യേശുക്രിസ്തു എന്ന നാമത്തെ അറിഞ്ഞിറങ്ങിയ ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷെ കുഞ്ഞെ, ഞാൻ ദൈവാത്മാവിൽ ഒരു കാര്യം പറയട്ടെ, പലതും വിളിയുള്ളവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പ്രീ പ്ലാൻ പ്രോഗ്രാമാണ്. വിളിയുള്ളവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പലതും സ്വർഗം ഓൾറെഡി സ്ക്രിപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. ദൈവം പ്ലാൻ ചെയ്ത കാര്യങ്ങളെ വിളിയുള്ളവന്റെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. ഇനി ആ വിളി ചെന്നതോ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ 2 പോയി, 10 ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ഒരു ഗോത്രം. ഉന്നതമായ ഗോത്രങ്ങളുണ്ട്, വലിയ ഗോത്രങ്ങളുണ്ട്, പക്ഷെ അതിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ഏറ്റവും ചെറിയവനായ ഒരു മനുഷ്യന്റെ മേൽ വീണ ഒരു വിളി, ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ. ശമൂവേൽ പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളോടുള്ള പ്രവചന പദമാണ്, ഞാൻ ഒന്നുകൂടെ വായിക്കാതെ. എന്നാൽ ഇസ്രായേലിന്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ പ്രതീക്ഷ ആരുടെ മേൽ? നിങ്ങളുടെ പ്രതീക്ഷ ആരുടെ മേൽ? പോട്ടെ, നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിന്റെ പ്രതീക്ഷ ആരുടെ മേൽ? അതും പോട്ടെ, ഞാൻ വിളിക്കുന്ന ദൈവത്തിന്റെ പ്രതീക്ഷ ആരുടെ മേൽ? എൻ്റെ മേൽ. എന്നെ വിളിച്ചാൽ പ്രതീക്ഷ എൻ്റെ മേല, എൻ്റെ മോന്റെ മേലിരിക്കത്തില്ല, മോളുടെ മേലിരിക്കത്തില്ല. എന്നെ വിളിച്ചാൽ പ്രതീക്ഷ എൻ്റെ മേല. ഈ പണി എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടേച്ചു പോകുന്നത് വരെ ദൈവം ആ പ്രതീക്ഷ കളയത്തുമില്ല. പക്ഷെ മനുഷ്യരങ്ങനല്ല. നിന്നെ കൊള്ളാമെന്നുള്ളത് കൊണ്ടാണ് ദൈവം കണ്ടതും വിളിച്ചതും അഭിഷേകം ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ആരുടെ മേൽ? നിന്റെ മേലും നിന്റെ സർവ പിതൃഭവനത്തിന്റെ മേലും അല്ലയോ എന്ന് പറഞ്ഞു. അതിന് ശൗൽ, ശ്രദ്ധിക്കണേ, അതിന് ശൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തിലുള്ളവനും, തീർന്നില്ല, എൻ്റെ കുടുംബം, ശ്രദ്ധിച്ചേ, ബെന്യാമീൻ ഗോത്രം തീർന്നില്ല, ബെന്യാമീൻ ഗോത്രം ഒത്തിരി ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അതിൽ എൻ്റെ കുടുംബം ബെന്യാമീൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിലും വെച്ച് ഏറ്റവും ചെറുതായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത്? ഞാൻ ഇടയ്ക്ക് കർത്താവിനെ തട്ടി ഉണർത്തിയിട്ട് അല്ലെങ്കിൽ തട്ടി വിളിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിക്കാറുള്ള ഒരു കാര്യമാണ് ഇത്. ഈ പറഞ്ഞ വാക്യം പറഞ്ഞല്ല, ഞാൻ ഇങ്ങനെ കർത്താവിനോട് ചോദിക്കാറുണ്ട്, അല്ല, ഈ പണി അല്ലെങ്കിൽ ഈ ശുശ്രൂഷ, ഈ അഭിഷേകം, ഈ ചുമതല എൻ്റെ മേൽ ഏൽപ്പിക്കാൻ എന്നെപ്പോലെ 10,000-ങ്ങളും ലക്ഷങ്ങളും കൊതിക്കെ യോഗ്യന്മാരായുള്ളവരിരിക്കെ, നല്ലവരായുള്ളവരിരിക്കെ, എന്നേക്കാൾ ഡെഡിക്കേഷൻ ഉള്ളവരും പ്രാർത്ഥനയുള്ളവരും വില മുടക്കുന്നവരും കൊടുക്കുന്നവരുമായിരിക്കെ എന്നെ ഇങ്ങനെ കാണാൻ കാര്യം എന്ത്? ഈ ചോദ്യത്തിന് ഉത്തരം അനവധിയാണ്, നിരവധിയാണ്. നിന്നെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ മനുഷ്യർ തിരഞ്ഞെടുക്കുന്ന ഒരു ചോയ്സിലല്ല തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരം. മനുഷ്യൻ ചോയ്സുകൾ കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ലതും ലോകം മാനിക്കുന്നതും ലോകം വാവ് പറയുന്നതുമാകുന്നതിനെ തിരഞ്ഞെടുക്കും. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ വരുന്ന ചോയ്സുകളിൽ ദൈവം ആദ്യം ചൂസ് ചെയ്യുന്നത് മനുഷ്യർ ശ്രദ്ധിക്കാത്തതിനെ മാത്രമേ ദൈവം ചൂസ് ചെയ്യത്തുള്ളൂ.
ഒരിക്കലും ശമൂവേൽ തിരഞ്ഞെടുത്താൽ എനിക്ക് തോന്നുന്നില്ല ബെന്യാമീൻ ഗോത്രത്തിലെ കുടുംബങ്ങളിൽ ഏറ്റവും ചെറിയ കുടുംബമായ ശൗലിനെ പോയി തിരഞ്ഞെടുക്കുമെന്ന്. ശമൂവേൽ തിരഞ്ഞെടുത്താൽ ഞാൻ കരുതുന്നില്ല അങ്ങനെ പോയി തിരഞ്ഞെടുക്കുമെന്ന്. പക്ഷെ ശമൂവേൽ എന്ന് പറയുന്ന വൃദ്ധനെ, പ്രവാചകനെ, ദൈവം ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ തിരഞ്ഞെടുപ്പിച്ചതിൻ്റെ പിന്നിൽ ചോയ്സ് ദൈവത്തിൻ്റെതാണ്. ഞാൻ ദൂത് താങ്കളിലേക്ക് ഇടുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ ചോയ്സാണ്. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തതാണ്. ഇനി ഒന്നുകൂടെ പറയാം, ദൈവം തിരഞ്ഞെടുത്ത നിങ്ങളെ എല്ലാവരും തിരഞ്ഞെടുക്കണമെന്നില്ല. ദൈവം വിളിച്ച് പടചേർത്ത നിങ്ങളെ എല്ലാവരുടെ കൂട്ടത്തിൽ എല്ലാവരും കൂട്ടണമെന്നില്ല. കാരണം നിന്റെ മേൽ വീണ അഭിഷേകം വ്യത്യസ്തമാണ്. എല്ലാവരുടെയും പ്രതീക്ഷ ആരുടെ മേൽ? ഇന്ന് ഞാൻ ദൈവാത്മാവിൽ പ്രവചിക്കുന്നു, ഭയങ്കര പ്രതീക്ഷകളുള്ളവർ ഇതിനകത്തിരിപ്പുണ്ട്. ഇനി ഞാൻ നമ്മുടെ ലൈഫിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. വേഗത്തിൽ ഇന്നത്തെ മെസ്സേജ് ഞാൻ ക്ലോസ് ചെയ്യും. നമ്മുടെ ലൈഫിലേക്ക് ഇനി ഞാൻ അടുത്ത് വരുന്നത്. അപ്പം നമ്മുടെ മേൽ എന്തോ ഉണ്ട്? ഒത്തിരി പേരുടെ പ്രതീക്ഷ കിടപ്പുണ്ട്. ദൈവദാസനെ, നമ്മുടെയൊക്കെ മേൽ ഒരുപാട് പേരുടെ, ലക്ഷക്കണക്കിന് നല്ല കോടിക്കണക്കിന് മേൽ ആൾക്കാരുടെ പ്രതീക്ഷ നമ്മൾ എന്ന് പറയുന്ന ഏക മനുഷ്യന്റെ മേൽ വെച്ചേക്കുക. ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാവും, അവരുടെ പ്രതീക്ഷയാണ്. നമ്മളൊരു സാധാരണ മനുഷ്യരാ. പക്ഷെ പലപ്പോഴും നമ്മുടെ മേലുള്ള അഭിഷേകം പലപ്പോഴും നമുക്കറിയത്തില്ല. നമ്മുടെ മേലുള്ള കോളിംഗ്, ഞാൻ സത്യമായിട്ട് പറയുക, നമുക്കറിയത്തില്ല. നമ്മുടെ ചോയ്സ്, നമ്മളെ ആ തിരഞ്ഞെടുത്തിരിക്കുന്ന വിധം സത്യം പറഞ്ഞാൽ പലപ്പോഴും നമുക്കറിയത്തില്ല. നിങ്ങൾക്ക് ഓഡിയബിൾ ആണോ? എന്നെ കേൾക്കാവോ? ക്ലിയർ അല്ലേ? നമുക്കറിയത്തില്ല. പക്ഷെ ശമൂവേൽ ദൈവശബ്ദം കേട്ടിട്ട് പറഞ്ഞു, മോനെ, ഇസ്രായേലിന്റെ പ്രതീക്ഷയൊക്കെ ആരുടെ മേലാന്നാ നീ വിചാരിക്കുന്നേ? ശൗലും ചോദിച്ചു, ആരുടെ മേല? നിന്റെ മേല. അപ്പൊ ശൗല് ചിരിച്ചു കാണും. ശമൂവേൽ അങ്ങ് പ്രവാചകനാന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറയുന്ന എല്ലാം ഒത്തുപോരുന്നു എന്നൊക്കെ ആണല്ലോ എൻ്റെ കൂടെ നിൽക്കുന്നേ ഈ പുള്ളി പറഞ്ഞേ. എന്നിട്ട് അങ്ങ് ഭയങ്കര കോമഡി പറയുവാണല്ലോ. പറഞ്ഞു, അല്ലടാ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെക്കുറിച്ച് എന്നോട് അരുളി ചെയ്തു. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ദൈവം ചില വ്യക്തികളുമായി നിങ്ങളെ ചില നിമിഷങ്ങളിൽ കണക്ട് ചെയ്താൽ ഒന്ന്, നിങ്ങളെ ആ വ്യക്തിയെ തമ്മിൽ കണക്ട് ചെയ്യാൻ സാത്താൻ അനുവദിക്കത്തില്ല. അത് ഞാൻ ഇപ്പോഴേ പറയാം. അങ്ങനെ പെട്ടെന്നൊന്നും കണക്റ്റ് ആകാൻ സാത്താൻ വിടത്തില്ല. ആ ബന്ധം എങ്ങനെയെങ്കിലും അങ്ങ് മുറിച്ച് ദൂരെ എറിഞ്ഞാൽ കൊള്ളാമെന്ന് അവൻ കരുതും. അതുകൊണ്ട് നിങ്ങളെ പക്ഷേ കണക്റ്റ് ചെയ്താൽ നിങ്ങൾ ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. എന്തെങ്കിലും ഒരു സമയം സെപ്പറേറ്റ് ആകാൻ ദൈവാത്മാവ് അനുവദിക്കുന്നെങ്കിൽ സെപ്പറേറ്റ് ആയിക്കോ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങളൊരു ബന്ധം ദൈവം തന്നാൽ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം അനോയിന്റ് ചെയ്തു. ഈ അഭിഷേകം 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, കാരണം എന്താ? ഇസ്രായേൽ ജനം ദൈവഭരണത്തിന്റെ കീഴിൽ നിന്ന് രാജഭരണത്തിലേക്ക് അവർ തിരിയാണ്. ദൈവഭരണത്തിൽ നിന്ന് ഇസ്രായേൽ ജനം ഉള്ള തെറ്റ് മുഴുവൻ ചെയ്ത് ശമൂവേലിന്റെ 2 മക്കളെ കൊടുത്തു ന്യായാധിപന്മാരായിട്ട്. അവരും കൈക്കൂലി വാങ്ങി പാപം ചെയ്ത് ദൈവവിരോധമായി ചെയ്ത് ജനത്തെയും ദ്രോഹിച്ച് ദൈവത്തെയും ദ്രോഹിച്ച് നിന്നപ്പോൾ ഇസ്രായേൽ ജനം പറഞ്ഞു, ഞങ്ങൾക്ക് പുതിയൊരു രാജാവിനെ തന്നേ പറ്റൂ. എല്ലാ രാജ്യത്തിലും രാജാവുണ്ട്, അവർക്ക് മേൽനോട്ടത്തിന് ആളുണ്ട്, എന്ത് കാര്യത്തിനും അവിടെ പോയി പറഞ്ഞ കാര്യം നടക്കും, ഞങ്ങൾക്കും അങ്ങനെ തന്നേ പറ്റൂ. അപ്പൊ ഇസ്രായേൽ ജനം എല്ലാം കൂടെ ഒരുമിച്ച് നിലവിളിച്ചു, ചെയ്തേ പറ്റൂ. ശമൂവേലിന് എന്ത് ചെയ്തു? ദേഷ്യം വന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, ചെയ്യടാ, അവരെ ഇഷ്ടംപോലെ നീ ചെയ്, ബാക്കി ഞാൻ സംസാരിച്ചോളാം, ബാക്കി ഞാൻ ചെയ്തോളാം. അപ്പൊ ആ ഒരു നിർബന്ധത്തിന്റെ പുറത്താണ് ശമൂവേൽ ഒരു രാജാവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തി അഭിഷേകം ചെയ്യാൻ കണ്ടെത്താൻ നിർബന്ധിതനായത്. ദൈവം ഉപയോഗിച്ചേനെ ശൗലിനെ. പക്ഷേ ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇനി അഭിഷേകം ഉള്ളവർ ശ്രദ്ധിച്ച് കേൾക്കണം. അഭിഷേകം ഇല്ലാത്തവരാരും കേൾക്കണ്ട. അപ്പൊ പിന്നെ എല്ലാവരും കേൾക്കുമെന്ന് എനിക്കറിയാം. എല്ലാവരും അഭിഷേകം ഉള്ളവരല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാവരും കേൾക്കണം. ഓക്കെ, എൻ്റെ മേൽ അഭിഷേകം ഇല്ല എന്ന് ഭയങ്കരമായിട്ട് ഉറപ്പുള്ളവർ മാത്രം കേൾക്കണ്ട. സ്തോത്രം. ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ എന്തോ ചെയ്തു? ദൈവത്തിന്റെ സെലക്ഷൻ അകത്ത് ശൗൽ വന്നു എന്ന് ശൗൽ ഉറപ്പിച്ചു. ദൈവത്തിന്റെ സെലക്ഷൻ അകത്ത് ശൗൽ വന്നു എന്ന് ശൗൽ ഉറപ്പിച്ചു. അതുകൊണ്ട് എന്തോ ചെയ്തു? 10-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ തന്നെ അഭിഷേകം ചെയ്തു. അഭിഷേകം പ്രാപിച്ച എത്ര പേരുണ്ട്? എല്ലാവരും അഭിഷേകം പ്രാപിച്ചു. ഇനി എൻ്റെ ചോദ്യം, അഭിഷേകത്തിനൊത്തവണ്ണമാണോ ജീവിതം?
അഭിഷേകത്തിനൊത്തവണ്ണമാണോ ജീവിതം? മോനെ, അഭിഷേകം നമ്മുടെ മേൽ വന്നാൽ നമ്മൾ മറഞ്ഞിരിക്കാനുള്ളവരല്ല, മറഞ്ഞിരുന്നെടുത്തുനിന്ന് പുറത്തു വരാനുള്ളവനാ. ശൗലിന് തന്നെ ശൗലിൽ കാണാൻ കഴിയാത്ത ക്വാളിറ്റീസാണ് ദൈവം റിവീൽ ചെയ്തത്. എല്ലാവരേക്കാൾ തോൾ മുതൽ പൊക്കമുള്ളവൻ, ബെന്യാമീൻ ഗോത്രത്തിലെ സുന്ദരനും കോമളനുമായ ഒരു മനുഷ്യൻ, ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ, നല്ലൊരു ചെറുപ്പക്കാരൻ, ഇങ്ങനെ ഒത്തിരി ക്വാളിറ്റീസ് ദൈവം റിവീൽ ചെയ്തു. ശമൂവേൽ പറഞ്ഞു ഓക്കെ വിട്, പക്ഷെ ദൈവം റിവീൽ ചെയ്തത് കൊണ്ടാണ് പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ സൗന്ദര്യത്തെ വൃത്തികേടായിട്ട് പറയുന്നവരാ. നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു ആകാര ഭംഗിയെ മല്ലാതെ സംസാരിക്കുന്നവരാ. നമ്മളെപ്പോഴും നമ്മുടെ കഴിവുകളെ, ഞാൻ പൊട്ടനാ, ഞാൻ മണ്ടനാ, ഞാൻ നമ്മളെ തന്നെ മോശപ്പെടുത്തി സംസാരിക്കുന്നവനാ. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ കേവലം നിങ്ങളൊരു മനുഷ്യാത്മാവാണ് എന്നൊരു കാരണം കൊണ്ട് മാത്രമല്ല സുഹൃത്തെ. നമുക്ക് കാണാൻ പറ്റാത്ത എന്തൊക്കെയോ ബ്യൂട്ടി ദൈവം കണ്ടതുകൊണ്ടാണ് നിങ്ങളെ ചൂസ് ചെയ്തത്. ഞാൻ അങ്ങനെ തന്നെ പറയും, ഞാൻ അങ്ങനെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യും. ദൈവം എല്ലാവരെയും തെരഞ്ഞെടുത്തില്ല. ബൈബിളിൽ എല്ലാവരെയും ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല. ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാവരെയും ദൈവം അഭിഷേകം ചെയ്തിട്ടില്ല. എല്ലാവരും മാളിക മുറിയിലേക്ക് കയറി വന്നപ്പോൾ ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ഓപ്പൺ ആയി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ ഉരുണ്ട് കിടന്ന് അന്യഭാഷയിൽ സംസാരിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. അപ്പോൾ അറ്റ്മോസ്ഫിയറിനകത്ത് കയറിയാലും നമ്മുടെ ഈ മീറ്റിങ്ങിൽ എത്രയോ പേർ കയറുന്നു, എല്ലാവരും ഭയങ്കര ദൈവസാന്നിധ്യം അനുഭവിക്കുന്നില്ല, എല്ലാവരും വിടിവിക്കപ്പെടുന്നില്ല. ഇന്നലെ 2 ദുരാത്മാക്കൾ ഒരു വ്യക്തിയിൽ നിന്ന് പുറപ്പെട്ടു പോയി, 2 വ്യക്തിയിൽ നിന്ന് പുറപ്പെട്ടു പോയി. നമ്മളൊന്നും പറഞ്ഞില്ല. ഈ അന്തരീക്ഷത്തിനകത്ത് ഫെയ്ത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്തു, ദുരാത്മാവ് അവരെ വിട്ടുപോയി. എങ്ങനെ സംഭവിച്ചു? ഈ അറ്റ്മോസ്ഫിയറിൽ സംഭവിച്ചു. എല്ലാവർക്കും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഭൂതത്തിൽ നിന്ന് മോചനപ്പെട്ടവരാണെന്ന് അർത്ഥവും ഇല്ല. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിലാണ് ദൈവിക ശുശ്രൂഷകൾ വെളിപ്പെടുന്നത്. ദൈവം അനുവദിക്കുന്ന വ്യക്തിയാണ് ദൈവം അനോയിന്റ് ചെയ്യുന്നത്. ദൈവം അനോയിന്റ് ചെയ്ത വ്യക്തിയെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണ് ദൈവം യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് എന്തും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ അനോയിന്റഡ് ആണല്ലോ, അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്ത് കളയാം, നടക്കൂല. എന്നെ അനോയിന്റ് ചെയ്തത് തന്നെ. നോക്ക്, ശമൂവേൽ 10-ാമത്തെ അധ്യായത്തിൽ ശൗലിനെ അനോയിന്റ് ചെയ്തു. ഭൃത്യനെ മുമ്പോട്ട് നടക്കാൻ പറഞ്ഞു. ശമൂവേലിനോട് ശമൂവേൽ പറഞ്ഞു, നിന്നോട് എനിക്ക് ദൈവാലോചന പറയാനുള്ളത് കൊണ്ട് നീ അല്പം നിന്നു. ദൈവത്തിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തി തൈലപാത്രം എടുത്തു, അദ്ദേഹത്തിന്റെ മേൽ ഒഴിച്ചു. ഓക്കെ, നെക്സ്റ്റ് ടൈം ഞാൻ നിന്നിൽ മേൽ വരുന്നത് വരെ നീ അവിടെ പോയി അടങ്ങി പാർക്കാൻ പറഞ്ഞു. അടുത്ത വാക്യം ശമൂവേൽ വിട്ടുപോയപ്പോൾ ഇവന് വേറെ ഒരാളായി മാറി. ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ വേറൊരാളായി മാറി എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. എപ്പോ? അനോയിന്റ് ചെയ്തതിന് ശേഷം വേറൊരാളായി മാറി. ശൗലിനെ കുറിച്ച് പറയാണ്, ഒരു അഭിഷേകം വന്നപ്പോൾ അവൻ വേറെ ഒരാളായി മാറി എന്നവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. വേറൊരു ഹൃദയം കൊടുത്തു. ഇതേ നോക്കിക്കേ, ഇവിടെ 10-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നോക്കിക്കേ. എന്നാൽ നീ എനിക്ക് മുമ്പേ ഗിൽഗാലിലേക്ക് പോകണം, ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുവാൻ ഞാൻ നിന്റെ അടുക്കൽ വരും. ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു തരുവോളം 7 ദിവസം അവിടെ കാത്തിരിക്കണം. അനോയിന്റ് ചെയ്തതിന് ശേഷം 7 ദിവസം ഞാൻ കുറച്ച് ടീച്ചിങ്സ് എനിക്ക് നിനക്ക് തരാനുണ്ട്, നീ എന്ത് ചെയ്യണം ഞാൻ തരാനുണ്ട്, കാത്തിരിക്കണം. ഞാൻ ഒരു കാര്യം പറയാം, ഇത് പുള്ളിയുടെ പരീക്ഷണ ഘട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് അഭിഷേകം പ്രാപിച്ചാൽ, അഭിഷേകം വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ പരീക്ഷണങ്ങളും ഉണ്ടെന്നും കൂടെ ഓർത്തോ. ഞാൻ നിന്റെ അടുത്ത് വരുന്നത് വരെ നീ കാത്തിരിക്കണം. കാത്തിരിക്കണം. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടു പിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു, വേറൊരാളായി മാറി, വേറൊരു ഹൃദയം കൊടുത്തു. അപ്പൊ അഭിഷേകം വന്നപ്പോ വേറൊരു ഹൃദയം വന്നു. അഭിഷേകം വന്നാൽ മറ്റൊരു ഹൃദയം നമ്മിൽ ന്യായമായിട്ടും ഉണ്ടാവണം. അത് അനോയിന്റിങ്ങിലുള്ളതാ.
ആ ട്രാൻസ്ഫിഗറേഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആ അനോയിന്റിങ്ങിനകത്തുള്ളതാ. അഭിഷേകം പ്രാപിച്ചിട്ട് ഒരു മാറ്റവും ഇല്ലെങ്കിൽ നമ്മളെ സ്കാൻ ചെയ്യണം. നമ്മളെ സ്കാൻ ചെയ്യണം. വേറൊരു ഹൃദയം കൊടുത്തു. ഇനി അടുത്ത എൻ്റെ ചോദ്യം, വേറൊരു ഹൃദയം കൊടുത്തു എന്ന് പറഞ്ഞ് ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ഫെയ്ത്ത്ഫുൾ ആയിരുന്നോ? അല്ല. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവം എത്ര വിശ്വസ്തനാ. ബെന്യാമിൻ ഗോത്രത്തിലെ ഏറ്റവും ചെറിയ ഒരു കുടുംബത്തിൽ നിന്ന് ഏറ്റവും സാധാരണനായ ഒരു മനുഷ്യനെ വേറെ ആരെങ്കിലും എടുക്കായിരുന്നല്ലോ. ഈ മനുഷ്യനെ തിരഞ്ഞെടുത്തു, ശമൂവേലുമായിട്ട് കണക്ട് ചെയ്തു. അതിനുവേണ്ടി എന്തോരം കാര്യങ്ങൾ ദൈവം ഇതിനിടയിൽ ചെയ്തു. ശമൂവേലുമായിട്ടോ നീ ശൗലിനെ എത്തിക്കാൻ ഭൃത്യനെ വരെ അതിനകത്ത് കൂട്ടി നിർത്തി. ഭൃത്യനിലൂടെയാണ് ശൗലിന്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു വേലക്കാരനിലൂടെ, ഭൃത്യനിലൂടെയാണ് ശമൂവേലുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനല്ലേ നമ്മളിൽ പലരും കർത്താവുമായിട്ട് കണക്ട് ആയേ? നമ്മളെക്കാൾ സാധാരണ ആൾക്കാർ നമ്മളോട് സുവിശേഷം പറഞ്ഞിട്ടല്ലേ നമ്മൾ ദൈവമായിട്ട് കണക്ട് ആയേ? അല്ലേ? ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് കണ്ണുകൊണ്ട് കാണുപോലും ചെയ്യാത്ത മനുഷ്യർ പറഞ്ഞ ചില ദൂതുകളല്ലേ നമ്മളെ കൊണ്ട് ശരിക്കും ഈ ഫെയ്ത്തിനകത്ത് കണക്ട് ചെയ്യിച്ചേ? ആരോ എവിടുന്നോ ഷെയർ ചെയ്ത് തന്ന ആ ഒരു ലിങ്കിലൂടെ അല്ലേ നമ്മൾ ഇന്ന് കണക്ട് ആയേ? മക്കളെ, ദൈവത്തിന് നമ്മുടെ ലൈഫിൽ എങ്ങനെയും തൻ്റെ പദ്ധതി റിവീൽ ചെയ്യാൻ പറ്റും. ആരെയും തിരഞ്ഞെടുക്കും. ഞാൻ ഭയങ്കര വലിയ പഠനങ്ങളൊന്നും ഞാൻ നടത്തിയിട്ടില്ല. പക്ഷെ ഞാൻ ചിന്തിക്കും. ചുമ്മാ എല്ലാം കേട്ട് കഴിഞ്ഞാൽ തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങത്തുമില്ല. ഞാൻ ചിന്തിക്കും. ദൈവത്തിൻ്റെ പദ്ധതികൾ മനുഷ്യർ പറയുന്നത് പോലെ, മനുഷ്യർ പറയും പോലെ നമുക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല, ഇവിടെ ഏതുമില്ല, എല്ലാം സ്വർഗത്തിലാണ്, അവിടെ ഇവിടെ ഉണ്ട്. ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യണം, അവിടെ ചെയ്യാനുള്ള കാര്യം അവിടെ ചെയ്യണം, ഇവിടെ നേടാനുള്ള കാര്യം ഇവിടെ നേടണം, അവിടെ നേടാനുള്ള കാര്യം അവിടെ നേടും. ഇവിടെ നേടാനുള്ളത് നേടിയാലേ അവിടെ നേടാനുള്ളത് കിട്ടുകയുള്ളൂ. ഈ നേടുക എന്ന് പറയുമ്പോൾ ഇത് മാത്രം കരുതരുതേ, പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇത് പണമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഇവിടെ നമുക്ക് ആത്മാക്കളെ നേടാനുണ്ട്, ഇവിടെ നമുക്ക് നീതിപ്രവർത്തികളുണ്ട്, ഇവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഈ ശൗലിൻ്റെ ലൈഫിൽ തന്നെ കൊണ്ടുവരാം. നമ്മളിവിടെ ലീഗലായിരിക്കണം. നമ്മുടെ ലൈഫ് ലീഗലായിരിക്കണം. നമ്മൾ അനോയിൻറ്റഡാന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ലീഗലായിരിക്കണം. നമുക്ക് അനോയിൻറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് ഇല്ലീഗലായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ ഏത് നിയമത്തിന് വിധേയപ്പെട്ടവരാ? ഇന്ത്യയിലുള്ളവരാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിയമത്തിന് വിധേയപ്പെട്ടിരിക്കുമ്പോൾ തന്നെ സത്യവചനം എന്ന നിയമത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരും കൂടെയാണ്, അല്ലേ? അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഞാനൊരു അഭിഷിക്തനാണ്, ഞാനൊരു അഭിഷിക്തയാണ്, ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ പണ്ടേ ഇതിൽ ജനിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇല്ലീഗലായിട്ട് വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം. പക്ഷേ കൂലി ഇവിടെയുണ്ട്, അവിടെയുണ്ട്. കൂലി ഇവിടെയും ഉണ്ട്, അവിടെയും ഉണ്ട്. ഇവിടെയും നമ്മൾ അതിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. സഹോദര സഹോദരി, ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഇവിടെ അനുഭവിച്ചേ മതിയാകും. നന്മയെങ്കിലും തിന്മയെങ്കിലും അതിൻ്റെ കർമ്മം ഇവിടെ അനുഭവിച്ചേ മതിയാകൂ. അവിടെയും ഉണ്ട്. ബൈബിൾ പഠിക്കൂ, ബൈബിൾ വായിച്ചു നോക്കൂ, പഠിക്കൂ. നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് വിശകലനം ചെയ്യൂ. ഇവിടെ ഒന്നും നടക്കുന്നില്ലേ? ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ദേ വന്നു ദാ പോയി പറയുന്ന പരിപാടിയല്ല. ഇവിടെ ഒന്നുമില്ല, അവിടെയാണ് നിത്യത മാത്രമേ ഉള്ളൂ. നോ, അല്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പിന്നെയും ഉണ്ട്. ബിബ്ലിക്കലി തന്നെയാണ് സംസാരിക്കുന്നത്, പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ച് എങ്ങനെയെങ്കിലും അങ്ങോട്ട് മരിച്ചുപോയി എങ്ങനെയെങ്കിലും അവിടെ ചെന്ന് വാസസ്ഥലം ഒരുക്കാം. നോ, പറ്റില്ല. ഇവിടെ ഞാൻ ലീഗലായിരിക്കണം. ഇവിടെ ഞാൻ അക്കൗണ്ടബിൾ ആണ്, അവിടെയും ഞാൻ അക്കൗണ്ടബിൾ ആണ്. ഇവിടെയും എനിക്ക് മുകളിൽ ദൈവം ആൾക്കാരെ ആക്കി വെച്ചിട്ടുണ്ട്, അവർക്ക് ഞാൻ അക്കൗണ്ടബിൾ ആണ്. അവിടെയും ദൈവം അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്, അവിടെയും ഞാൻ അക്കൗണ്ടബിൾ ആണ്. ഇവിടെ ഞാൻ അക്കൗണ്ട് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും രേഖ അവിടെയും ഉണ്ട്. ഇവിടെ ഞാൻ അക്കൗണ്ട് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും രേഖ അവിടെയും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നീ എന്ത് ചെയ്തു എന്ന ചോദ്യം അവിടെ ചോദിക്കുന്നത്. യജമാനൻ വേലയ്ക്ക് പോയ സമയത്ത് ഭൃത്യന്മാരെ വേലക്കാരെ കാര്യങ്ങൾ ഏൽപ്പിച്ച് താലന്ത് ഏൽപ്പിച്ചിട്ട് പോയോ?
പോയിട്ട് ഇവരെ എല്ലാം കൂടെ വലിച്ചെടുത്ത് യജമാനൻ മരിച്ച് ഇവരും എല്ലാം മരിച്ചപ്പോൾ മേളിൽ പോയിട്ടാണോ, എടാ ഞാൻ നിന്റെ കയ്യിൽ തന്ന മറ്റേ താലം എന്തിയടാ, ഒരു താലം എന്തിയടാ, 2 താലം എന്തിയടാ എന്ന് ചോദിച്ചത് അല്ല. ഇവിടെ തന്നെ ഇവിടെ വന്ന് ഇവിടെ ചെയ്തു. അപ്പം ഒരാൾ പറഞ്ഞു ഞാൻ കുഴിച്ചിട്ടു. എവിടെ കുഴിച്ചിട്ടു? ഇവിടെ കുഴിച്ചിട്ടു. ഭൂമിയിലെ കാര്യമാണ്. പ്രതിഫലം ചോദിച്ചത് ഇവിടെയാ, കുഴിച്ചിട്ടു. മറ്റവൻ പറഞ്ഞു ഞാൻ അത് പാത്തുവെച്ചു. മറ്റവൻ പറഞ്ഞു ഞാൻ വ്യാപാരം ചെയ്തു. എവിടെ ചെയ്തു? ഇവിടെ ചെയ്തു. അപ്പം നമുക്ക് ഇവിടെ വ്യാപാരം ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ കുഴിച്ചിടാം, ഇവിടെ വേണമെങ്കിൽ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാം, ഇവിടെ വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിക്കാം. പക്ഷേ പ്രതിഫലം യജമാനൻ ഇവിടെ ഈ ഭൂമിയിൽ ചെയ്തതിന് ഭൂമിയിൽ വെച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് 2 രീതിയിലും ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ഇവിടെ ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ അനോയിന്റ്, ഇവിടെ ഒരു കർമ്മവും എനിക്ക് ചെയ്യാനില്ലെങ്കിൽ എനിക്ക് അഭിഷേകത്തിൻ്റെ ആവശ്യമില്ല. എനിക്കിവിടെ ഒരു കർമ്മവും ചെയ്യാനില്ലെങ്കിൽ, എനിക്കിവിടെ ഒരു ശുശ്രൂഷയില്ലെങ്കിൽ, എനിക്കിവിടെ ഒരു പണിയില്ലെങ്കിൽ, വല്ല വിധേനയും കഞ്ഞി കുടിക്കണം, നാളെ അങ്ങോട്ട് മരിച്ചു പോകണം, നിത്യതയിലോട്ട് പോയി ചേരണം, ഈ പണിക്ക് മാത്രമാണ് എന്നെ ഇവിടെ അയച്ചതെങ്കിൽ ഇതിൻ്റെ ഒരാവശ്യവും ഇല്ല. ഇവിടെ പ്രവാചകന്മാരുടെ ആവശ്യവും ഇല്ല, ഇവിടെ അപ്പോസ്തലന്മാരുടെ ആവശ്യവും ഇല്ല, ഇവിടെ സുവിശേഷ ഘോഷകരുടെ ആവശ്യവും ഇല്ല, ഇവിടെ സുവിശേഷകന്റെ ആവശ്യവും ഇല്ല, ഇവിടെ ഉണർവിൻ്റെ പ്രാർത്ഥനയുടെ ആവശ്യവും ഇല്ല, ഇവിടെ അന്യഭാഷയുടെ ആവശ്യവും ഇല്ല, ഒന്നുമില്ല. എന്നാൽ അഭിഷേകം ഇന്നും പകരപ്പെടുന്ന ഒരു മഹാസത്യമാണ്. അതുകൊണ്ടാണ് വേറൊരു സ്വഭാവക്കാരനായിരുന്ന എന്നെ ഈ സ്വഭാവക്കാരനാക്കി, അഭിഷേകം പകർന്നതിന് ശേഷം ഈ സ്വഭാവക്കാരനാക്കി വേറെ ഒരു രീതിയിൽ ജീവിച്ച എന്നെ ഈ രീതിയിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും, അഭിഷേകം ആളെ മാറ്റും. ഹല്ലേലൂയ. അപ്പൊ തിരുവെഴുത്ത് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ അഭിഷേകവും ശൗല് പ്രാപിച്ചു. എന്തൊരു ഭാഗ്യക്കാരന്. പക്ഷേ അതിനൊത്തവണ്ണം പുള്ളി ജീവിച്ചില്ല. നമുക്ക് രാജകൊട്ടാരത്തിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഒരു വാക്കുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. രാജകൊട്ടാരത്തിലേക്ക് പോകുന്നതിന് മുന്നേ അഭിഷേകവും പ്രാപിച്ച് ശമൂവേലിന്റെ വരവിന് കാത്ത് 7 ദിവസം ഇരിക്കണമെന്നും പറഞ്ഞ് ശമൂവേൽ യാത്ര തിരിച്ചപ്പോൾ ശമൂവേൽ വിചാരിച്ചു പുള്ളി ഭയങ്കരമായിട്ട് ഒരുങ്ങിയൊക്കെ ഇരിക്കുമെന്ന്. അവസാനം ജനത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തെ ശൗലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടി ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് ചീട്ടിട്ട സന്ദർഭത്തിൽ ബെന്യാമീൻ ഗോത്രത്തിന് വീണ്ടും ചീട്ട് വീണു. ബെന്യാമീൻ ഗോത്രത്തിലെ കീശിന്റെ മകനായ ശൗലിന് ചീട്ട് വീണു. അവിടെ കിടന്ന് ശൗലിനെ നോക്കുക. ഞാൻ ഇതും കൂടെ പറഞ്ഞ് നിർത്തുക കേട്ടോ. അവിടെ കിടന്ന് ശൗലിനെ നോക്കുക, തെരഞ്ഞെടുപ്പുള്ള ശൗലിനെ നോക്കുക, വിളിയുള്ള ശൗലിനെ നോക്കുക, ദൈവം കണ്ട ശൗലിനെ നോക്കുക. ശൗലില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. പുള്ളി എന്തിയെ? പുള്ളിയെ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. അപ്പോൾ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എന്തെന്നാൽ 10-ാമത്തെ അധ്യായം 1 ശമൂവേൽ 10-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കളോട് ശമൂവേൽ മിസ്പയിൽ യഹോവയുടെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും നിങ്ങളെ ഉപദ്രവിച്ച സകല രാജ്യക്കാരുടെയും കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിച്ചു. നിങ്ങളോ സകല അനർത്ഥങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച നിങ്ങളുടെ ദൈവത്തെ ത്യജിച്ചു. ഓക്കെ, ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് അവനോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഇപ്പോൾ ഗോത്രമായും, ഒന്ന് ശ്രദ്ധിക്കണേ, ഗോത്രമായും സഹസ്രമായും യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവിൻ. ശ്രദ്ധിച്ചോ? അങ്ങനെ ശമൂവേൽ ഇസ്രായേൽ ഗോത്രങ്ങളെ എല്ലാം അടുത്തു വരുമാറാക്കി. ബെന്യാമീൻ ഗോത്രത്തിന് ചീട്ട് വീണു. സ്തോത്രം. അവൻ ബെന്യാമീൻ ഗോത്രത്തെ കുടുംബമായി അടുത്തു വരുമാറാക്കി. ഈ നമ്മുടെ മേൽ വീണ അഭിഷേകം മറ്റു പലരും കൊതിക്കുന്നുണ്ടെന്നുള്ള സത്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. നമ്മുടെ മേൽ വീണൊരു അഭിഷേകം ഉണ്ടല്ലോ, ഈ അഭിഷേകം എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലരും കൊതിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിസ്മരിച്ചുകൂടാ. ശൗലിന്റെ മേൽ വീണ അഭിഷേകം ബെന്യാമീൻ ഗോത്രത്തെ ഗോത്രമായും സഹസ്രമായിട്ടും നിർത്തി എന്ന് പറഞ്ഞപ്പോൾ അതിൽ എത്ര പേർക്ക് ആഗ്രഹം ഉണ്ടായി കാണുമെന്ന് അറിയാവോ? അയ്യോ, എന്നെ ഒന്ന് രാജാവായിട്ട് വാഴിച്ചായിരുന്നെങ്കിൽ, എന്നെ ഒന്ന് അഭിഷേകം ചെയ്തായിരുന്നെങ്കിൽ, എത്ര പേർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. എന്നാൽ ആ ആഗ്രഹങ്ങളെ എല്ലാം മറികടന്ന്
കീശിന്റെ മകനായ ശൗലിന് ചീട്ടു വീണു. മക്കളെ, ഈ അഭിഷേകത്തെ മാനിക്കാത്തവരും അഭിഷേകത്തെ റെസ്പെക്റ്റ് ചെയ്യാത്തവരും ആത്മാവിനെ ആദരിക്കാത്തവരും ദൈവസന്നിധിയിൽ വില കൊടുക്കാത്തവരും ദൈവസന്നിധിയെ ഉപേക്ഷയായി കാണുന്നവരും ദൈവവചനത്തെയൊക്കെ വേറെ എന്തോ ആയിട്ടൊക്കെ കാണുന്നവരെയും ദൈവദാസന്മാരെ വേറെ എന്തോ ആയി കാണുന്നവരെയും ഒക്കെ ഞാനൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമ്മളൊക്കെ അഭിഷേകത്തെ എത്രത്തോളം വിലമതിക്കണം. മറ്റു പല യോഗ്യരുടെയും മേൽ വീഴാത്തതാണ് മറികടന്ന് എൻ്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നത്. എൻ്റെ മേൽ ദൈവം പകർന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ മേൽ ദൈവം മാത്രമല്ല പ്രതീക്ഷ വെച്ചിരിക്കുന്നത്, ശൗലിൻ്റെ മേൽ ആയിരക്കണക്കിന് സഹസ്രം കണക്കിന് ജനത്തിൻ്റെ പ്രതീക്ഷ ശൗലെന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യന്റെ മേൽ, ദൈവം കണ്ട ഒരു വ്യക്തിയുടെ മേൽ പതിഞ്ഞിരിക്കുന്നതും കൂടെ കൊണ്ടാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നാരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ഒരുപാട് പേർ നിങ്ങളെ നോക്കുന്നുണ്ട്. ഇന്നാരും നിങ്ങളെ വില കൽപ്പിക്കുന്നില്ലെങ്കിലും നിങ്ങളെ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട്. ഇന്നാരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഒരുപാട് പേര് നിങ്ങളുടെ വളർച്ചയെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ഇന്നാരും നിങ്ങൾക്ക് നേരെ അപ്ലോസ് ചെയ്യുന്നില്ലെങ്കിലും പലരും നിങ്ങളുടെ ഗമനാഗമനങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ തണലിൻ്റെ കീഴിലാണെന്ന് എല്ലാവർക്കും അറിയാം. ദൈവത്തിൻ്റെ തണലിൻ്റെ കീഴിൽ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും നടക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാര്യം പോരാട്ടമൊക്കെ കാണും, വെല്ലുവിളിയൊക്കെ കാണും. പക്ഷേ എന്നാലും ഇവിടെ ഒരു ചലഞ്ച് എന്താണെന്നറിയാവോ? ഇത്രയും ആൾക്കാർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ശൗലെന്ന് പറയുന്ന മനുഷ്യൻ അറിയത്തില്ല. അതെന്താ പാസ്റ്റർ അങ്ങനെ പറയാൻ കാരണം? പുള്ളിയെ ദൈവമല്ലേ തിരഞ്ഞെടുത്ത്, അഭിഷേകം പ്രാപിച്ചല്ലേ? അതെ, ഈ അഭിഷേകം പ്രാപിക്കുമ്പോഴാണ് കൂടുതൽ ഒളിഞ്ഞിരിപ്പ്, അഭിഷേകം പ്രാപിക്കുമ്പോഴാണ് കൂടുതൽ ഉൾവലിയൽ, അഭിഷേകം കൂടുതൽ കിട്ടിക്കഴിയുമ്പോഴാണ് ആള് പിന്നെ കൂടുതൽ അകത്തോട്ട് വലിഞ്ഞിരിക്കുന്നത്. പിന്നെ അവനെ ഭയം അലട്ടാൻ തുടങ്ങും, പല കാര്യങ്ങളും അലട്ടാൻ തുടങ്ങും. അഭിഷേകം വർദ്ധിക്കുമ്പോൾ പിന്നെ പല കാര്യങ്ങളും, ഇല്ലാത്ത സാധനങ്ങളൊക്കെ വന്ന് പിന്നെ അലട്ടാൻ തുടങ്ങും. അപ്പൊ പിന്നെ ആകെ മൊത്തം വേറൊരു സബ്ജക്റ്റേ ആയി ആ മനുഷ്യൻ മാറും. അതുകൊണ്ട് ശൗലിന് ചീട്ട് വീണു. അവർ അവനെ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. അതങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നോക്കി ആളെ കാണുകയല്ല, ഏറ്റവും നല്ല സമയം നോക്കി ആള് മുങ്ങും. കാര്യം എന്താ? അഭിഷേകം കിടക്കുമല്ലേ. അവരവരെ അന്വേഷിച്ചപ്പോ ആളെ കിട്ടിയില്ല. അവർ അവിടെ ഞാനൊരു ആത്മാവിലൊരു കാര്യം ചോദിച്ചോട്ടെ, ദൈവാത്മാവിൻ്റെ ഒരു പ്രേരണ ഉള്ളിലുള്ളൊരു കാര്യം ചോദിച്ചോട്ടെ. അഭിഷേകമുള്ള എല്ലാവരെയും കർത്താവ് ഒരു പെർപ്പസിന് തിരഞ്ഞാൽ ഇന്ന് അവൈലബിൾ ആണോ? അഭിഷേകം ദൈവം ഭയങ്കര പ്രതീക്ഷയോടെ നമ്മുടെയൊക്കെ മേൽ പകർന്നു. അപ്പൊ അഭിഷേകം പകർന്ന ഒരു 25 എണ്ണത്തിന് എനിക്ക് ഈ സെക്കൻഡിൽ കിട്ടണം, കൊള്ളാമെന്നുള്ള സമർപ്പണമുള്ള അപ്ഡേറ്റഡ് ആയ ഒരു 25 എണ്ണത്തിന് എനിക്ക് ഈ സമയം എനിക്കൊന്ന് കിട്ടണം എന്ന് ദൈവം ഒന്ന് സ്കാൻ ചെയ്താൽ 25 എണ്ണത്തിൽ എത്ര പേർ അപ്ഡേറ്റഡ് ആയിട്ട് ദൈവസന്നിധിയിലെത്തും? വചനം പറയുന്നു, അന്വേഷിച്ചു കണ്ടില്ല. അഭിഷേകം ഇല്ലാഞ്ഞിട്ടല്ല കാണാത്തെ, ദൈവം വിളിക്കാഞ്ഞിട്ടല്ല കാണാത്തെ, ദൈവം കൃപ പകരാഞ്ഞിട്ടല്ല കാണാത്തെ, ദൈവ പദ്ധതി ഇല്ലാഞ്ഞൊരു വ്യക്തി ആയോണ്ടല്ല കാണാത്തെ. നടന്നപ്പോൾ കാല് കല്ലിൽ തട്ടി തെറിച്ച് വീണ് തൈലപാത്രത്തിൽ തട്ടി തൈലം എങ്ങനെയോ തലേ വീണിട്ട് അല്ല പുള്ളി അഭിഷേകം പ്രാപിച്ചേ. പാസ്റ്ററിന്റെ നിർബന്ധം കൊണ്ട് പ്രാർത്ഥിച്ച് പിടിച്ച് കുലുക്കിയല്ല അഭിഷേകം പ്രാപിച്ചേ. ദൈവം തന്നെ കണക്ട് ചെയ്ത് പേര് പറഞ്ഞു കൊടുത്ത് വരുന്നത് തന്നെ കഴുതയെ അന്വേഷിച്ചിറങ്ങിയിട്ട് കാണാതെയാണ് വരുന്നതെന്ന് വരെ ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകനോട് ദൈവം പറഞ്ഞു കൊടുത്ത് ശമൂവേലുമായിട്ട് കൂട്ടിമുട്ടിയപ്പോ ആദ്യം തണുപ്പിച്ചത് മനസ്സാണ്, ഹൃദയമാണ്. ഭക്ഷണം കഴിക്കാൻ കയറുന്നതിന് മുന്നേ നടപ്പടിയിൽ വെച്ച് പറഞ്ഞു, ശൗലേ, നീ അന്വേഷിച്ചിറങ്ങിയ കഴുതയെക്കുറിച്ച് നീ വിചാരപ്പെടേണ്ട, അതിനെ കണ്ടു കിട്ടിയിരിക്കുന്നു. ആദ്യം പൊറുപ്പിച്ചു. നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ നീ ആദ്യം അഭിഷേകം പ്രാപിക്കുക, നീ ആദ്യം എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്നിട്ട് ഞാൻ നിനക്ക് ചെയ്യാം. അല്ലല്ലല്ലല്ലല്ല, നമ്മൾ ദൈവസന്നിധിയിൽ എത്തുമ്പോൾ ആദ്യം ഇവിടെ ഒരു തണുപ്പ് തരും. അല്ലേ വിഷയത്തിന്റെ വിടുതൽ കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, ആദ്യം ഇവിടെ ഒരു തണുപ്പ് കിട്ടിയില്ലേ ദൈവത്തിന്റെ അടുത്ത് വന്നപ്പോൾ, ദൈവശക്തി തൊട്ടപ്പോ, ദൈവസാന്നിധ്യം വന്നപ്പോ, ദൈവവചനം കേട്ടപ്പോ. ഇത് തന്നെ കാര്യം. ശമൂവേലും ശൗലുമായിട്ടുള്ള ആദ്യത്തെ കൂട്ടിമുട്ടലിൽ ശൗൽ ആദ്യം അന്യഭാഷ പറഞ്ഞില്ല, ശമൂവേൽ ആദ്യം അന്യഭാഷ പറഞ്ഞില്ല.
ശമൂവേൽ ആദ്യം എന്താ ചെയ്തേ? പ്രവചിച്ചു. എന്താ ചെയ്തേ? മോനെ, നീ വന്നത് ഭയങ്കര വല്ലാത്ത ഒരു മാനസിക സംഘർഷത്തിനകത്താണ്. നിന്റെ അപ്പൻ്റെ അസംഖ്യം ആടുകളെ കാണാനില്ല. നീ ആ അസംഖ്യം കഴുതകളെ കാണാനില്ല. മോൻ ആ കഴുതയെ അന്വേഷിച്ചാണ് ഇറങ്ങിയത്. നിങ്ങൾ 3 ദിവസം കൊണ്ട് അന്വേഷിച്ചു, കിട്ടിയില്ല. പക്ഷേ നീ ആ കഴുതയെക്കുറിച്ചുള്ള വേവലാതി വിട്ടേരെ. കഴുതയെ കണ്ടു കിട്ടിയിട്ടുണ്ട്. നീ വീട്ടിൽ ചെല്ലുമ്പോൾ ചെത്തുന്നതിന് മുന്നേ നീ ആ വാർത്ത കേൾക്കും. നിന്നെ ദൈവമാ കണക്ട് ചെയ്തേ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ വാ, ഞാൻ ഇന്ന് നിന്റെ കൂടെ ഭക്ഷണം കഴിക്കേണ്ടതാകുന്നു. ദൈവം അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. നാളെ അതിരാവിലെ ഞാൻ നിങ്ങളെ യാത്രയാക്കാം. എന്തൊരു ഭയങ്കര തണുപ്പാ. ഇവിടെ വന്ന് പ്രവാചകനോട് എല്ലാം അങ്ങനെയാ ഇങ്ങനെയാ 2 വർഷം കൊണ്ട് ഇതാ കാര്യമൊന്നും പറഞ്ഞില്ല. പ്രവാചകന്റെ മുമ്പിൽ വന്നതും അങ്ങോട്ട് കാര്യം. ദിസ് ഇസ് പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്. ഇതാണ് പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്. എല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം അവിടുന്ന് പിന്നെ തുടങ്ങി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതല്ല പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്. ആള് വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ അതാണ് ശമൂവേൽ, എനിക്ക് നിന്റെ ഹൃദയത്തിനകത്തുള്ളതിനെ നിന്നോട് പറയാനുണ്ടെന്നാ പറഞ്ഞേ. നിന്റെ ഹൃദയ വിചാരങ്ങളെ എനിക്ക് നിന്നോട് വെളിപ്പെടുത്താനുണ്ട്. നീ വാ എന്നാ പറഞ്ഞേ. ഈ പ്രൊഫറ്റിക്കൽ അനോയിന്റിങ് എത്ര ദൈവമക്കൾ കൊതിക്കുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത് കൊതിക്കുന്നു. ഈ നിലയിൽ ശുശ്രൂഷിക്കാൻ ഒരു പ്രൊഫറ്റിക്കൽ അനോയിന്റിങ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരട്ടെ. ദെൻ അതിനുശേഷം ഇനി ശമൂവേൽ ഇപ്പോൾ ഫെയ്ത്ത്ഫുള്ളാണ്. ഇനി ഫെയ്ത്ത്ഫുൾ ആകേണ്ടത് ശൗലാണ്. ഈ കീഴിൽ ശമൂവേൽ എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ട് ദൈവം അഭിഷേകം ചെയ്യിച്ചു. ഇതേ പ്രൊഫറ്റിക്കൽ പുള്ളിയിൽ ഓപ്പണായി. ഇതേ പ്രൊഫറ്റിക്കൽ യഹോവയുടെ ആത്മാവ് വന്നപ്പോൾ അഭിഷേകത്തിന് ശേഷം ശൗലിൽ ഓപ്പണായി. പക്ഷെ എന്തു ഗുണം? വീണ്ടും വന്ന ജനമെല്ലാം, ഇസ്രായേൽ ജനമെല്ലാം ശൗലിനെ തേടിയപ്പോ ശൗൽ അവിടെ ഇല്ല. ശൗൽ എവിടെ? ഇപ്പൊ കാണിച്ചു തരാം. മകനായ ശൗലിന് ചീട്ട് വീണു. അവർ അവനെ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. അവർ പിന്നെയും യഹോവയോട് അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ കാലത്തിൽ ദൈവം സ്പോട്ടിൽ മറുപടി കൊടുത്തിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അവർ ചോദിച്ചപ്പോൾ ദൈവം മറുപടി കൊടുത്തു എന്ന്. അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, ഇസ്രായേലിനൊരു രാജാവിനെ ദൈവം ഞങ്ങൾക്ക് നിയമിച്ച് തരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി വന്നിട്ടുണ്ടോ അതോ ട്രെയിൻ ലേറ്റ് ആണോ? ഇതാണ് അവർ ചോദിച്ചേ. അപ്പൊ ദൈവം പറഞ്ഞു, അവൻ ഇവിടെ ഉണ്ട്. പലരും ഇവിടെ ഉണ്ട്, പല അഭിഷേകമുള്ളവർ ഇവിടെ ഉണ്ട്. പക്ഷെ എല്ലാം മറഞ്ഞിരിക്കുക, പുറത്തു വരാൻ താല്പര്യമില്ല. മറഞ്ഞിരിക്കുക, പുറത്തു വരാൻ മുഖം കാണിക്കാൻ താല്പര്യമില്ല അത്രേ. മുഖം കാണിക്കാൻ താല്പര്യമില്ല അത്രേ. അതെന്താ കർത്താവ് അങ്ങനെ പറഞ്ഞേ? അവൻ ഇവിടെ ഉണ്ട്. അവരോട് കർത്താവ് പറയാ, അവൻ ഇവിടെ ഉണ്ട്. അപ്പൊ എവിടെ ദൈവമേ? തിരുവെഴുത്ത് പറയുന്നു, അതിന് യഹോവ അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അവൻ സാമാനങ്ങളുടെ ഇടയിൽ, സാധനങ്ങളുടെ ഇടയിൽ. ആ കാലത്ത് വാഹനങ്ങളുടെയും കുതിരവണ്ടികളുടെയും പലതരത്തിലുള്ള ചരക്കിൻ്റെയും ഒക്കെ ഇടയിൽ എന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ രേഖപ്പെടുത്തി. അതാ സാമാനങ്ങൾ, പണ്ട് കാലത്ത് ഉപയോഗിച്ച വാക്കാ സാമാനങ്ങൾ, സാധന സാമഗ്രികളെ ഉപയോഗിച്ചിരുന്ന വാക്കാണ്. അവൻ അതിനിടയിൽ ഒളിച്ചിരിക്കുന്നു. എൻ്റെ പൊന്നു മോനെ, നിന്റെ മേൽ കർത്താവ് പകർന്നതിൻ്റെ വില നീ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ ഇങ്ങനെ ഈ നാണം കെട്ടൊരു പരിപാടിക്ക് നീ നിൽക്കത്തില്ലായിരുന്നു. അവൻ ഒളിച്ചിരിക്കുന്നു. ദൈവം തന്നെ പറയുന്നു, മറ്റുള്ള മനുഷ്യരെക്കാൾ തോൾ മുതൽ മുകളിലേക്ക് പൊക്കമേറിയവൻ, കോമളൻ, കഴിവുള്ളവൻ, വാക്ചാതുര്യമുള്ളവൻ, ശങ്കൂറ്റമുള്ളവൻ, കൊള്ളാമെന്നുള്ളവൻ, ഇസ്രായേലിന്റെ പടനായകനായി തെരഞ്ഞെടുക്കാൻ എല്ലാ ഗുണങ്ങളുമുള്ളവൻ എന്ന് ദൈവം സംസാരിച്ചിരിക്കുന്ന മനുഷ്യൻ ഇന്ന് സാമാനങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു. നിന്റെ ഒളിച്ചിരിപ്പ് യേശുവിന്റെ നാമത്തിൽ പർപ്പസ്ഫുൾ ആണെന്ന് തന്നെയാണ് തിരുവെഴുത്ത് പറയുന്നത്. ഒളിച്ചിരിക്കണമെങ്കിൽ ആരെങ്കിലും വാപൊത്തി കയ്യും കെട്ടി കാലും കെട്ടി എവിടെയെങ്കിലും കൊണ്ട് ഈ നന്മ നീ പ്രാപിക്കേണ്ടടാന്ന് പറഞ്ഞ് പൈശാചിക ശക്തികളെല്ലാം കൊണ്ട് അമർച്ച ചെയ്ത പാപം മനുഷ്യനൊന്നും അല്ലിത്. ചുമ്മാ പിശാചിനെ പിടിക്കല്ലേ, ചുമ്മാ സാത്താന്റെ മെക്കിട്ട് കയറല്ലേ, ഒന്നിനും രണ്ടിനും എല്ലാം സാത്താന് നേരെ വിരൽ ചൂണ്ടല്ലേ. പലയിടത്തും ഞാൻ തന്നെ എന്നെ മറച്ചു വെച്ചാൽ
എനിക്കെങ്ങനെ പുറത്തു വരാൻ പറ്റും? പലയിടത്തും ഞാൻ തന്നെ എത്ര പൊക്കമുള്ളവനാണെന്നും എത്ര അഭിഷേകമുള്ളവനാണെന്നും എത്ര കോമളനാണെന്നൊക്കെ പറഞ്ഞാലും ഞാൻ തന്നെ എന്നെ വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞ് മറഞ്ഞിരുന്നാൽ ദൈവത്തിന് എങ്ങനെ എന്നെ ഉപയോഗിക്കാൻ പറ്റും? അവിടെ സാത്താന്റെ മെക്കിട്ട് കയറിയിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. പൊക്കമുള്ളവൻ മറഞ്ഞിരിക്കരുത്. ദൈവം വലിയ കാര്യങ്ങൾക്ക് തെരഞ്ഞെടുത്ത ഉന്നതമാകുന്നവൻ മറഞ്ഞിരിക്കരുത്. ദൈവം വലിയ വാഗ്ദത്തങ്ങൾ ഏൽപ്പിച്ചവൻ മറഞ്ഞിരിക്കരുത്. ആരെങ്കിലും നോക്കിക്കോളും, ആരെങ്കിലും ചെയ്തോളും. നിന്നെ കൊണ്ട് ചെയ്യാൻ ദൈവം പദ്ധതിയിട്ട കാര്യങ്ങൾക്ക് ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ നിന്റെ മറഞ്ഞിരിപ്പ് അവസാനിപ്പിക്കണം, നിന്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. അല്ലേ? ഉയരമുള്ളവൻ മറഞ്ഞിരിക്കരുത്. ഇവിടെ ആരും വളർച്ചയിൽ കുറുകിയവരായിട്ടില്ല. എല്ലാവരെയും ദൈവം ഈ ഉയർച്ച എന്തിന്റെ മേലാന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. കേവലം ഞാൻ പറയുന്ന ഉയർച്ച ശരീരത്തിന്റെ ഉയർച്ചയെക്കുറിച്ചല്ല. ദൈവം എല്ലാവരെയും പൊക്കമുള്ളവനായിട്ടാണ് കണ്ടേക്കുന്നത്. എല്ലാവരെയും ഉന്നതമാകുന്നവരായിട്ടാണ് കണ്ടേക്കുന്നത്. പക്ഷേ പലർക്കും ഇന്നും ഒളിച്ചുകളി തീർന്നിട്ടില്ല, പലർക്കും ഇന്ന് മറഞ്ഞിരിപ്പ് തീർന്നിട്ടില്ല. നമ്മുടെ മറഞ്ഞിരിപ്പ് എന്ന് അവസാനിക്കുവോ, നമ്മുടെ ഒളിച്ചുകളി എന്ന് അവസാനിക്കുവോ, അന്നേ ദൈവം നമ്മുടെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നതിനെ വെളിപ്പെടുത്തുന്നു. അന്നേ ദൈവം നമ്മുടെ മുമ്പിൽ തടയപ്പെട്ടിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ മറഞ്ഞിരിക്കുന്ന നന്മ, മറഞ്ഞിരിക്കുന്ന വിടുതൽ. മോനെ, ആദ്യം ഞാൻ മറനീക്കി പുറത്തു വരട്ടെ. ദൈവത്തിന്റെ മുമ്പിൽ ഞാനൊന്ന് എന്നെ തുറക്കട്ടെ. ദൈവജനത്തിന്റെ മുമ്പിൽ ഞാൻ എന്നെ ഒന്ന് റിവീൽ ചെയ്യട്ടെ. 10 എണ്ണത്തിന് ഞാനൊന്ന് പ്രയോജനപ്പെടാൻ ഇതാ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഡെഡിക്കേറ്റഡ് ആകട്ടെ. അന്നേരം നീ കൽപ്പിക്കണ്ട, നീ വിരൽ ചൂണ്ടിയാ മതി, മറ നീങ്ങും. ഹല്ലേലൂയ. അഭിഷേകത്തെ കൊണ്ട് സാമാന്യങ്ങളുടെ ഇടയിലിട്ട് പുള്ളി മറഞ്ഞിരുന്നു. അതാ വചനം പറയുന്നത്. അഭിഷേകത്തെ കൊണ്ട് ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു കാര്യം അത്. ഇതൊന്നും നമ്മുടെ ഒന്നും മേൽ വരേണ്ട കാര്യമൊന്നും അല്ല. ഞാൻ അടക്കമുള്ളവരുടെ കാര്യമായി പറയുന്നത്. ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ ഞാനും ഇതിനകത്തുനിന്ന് പല കാര്യങ്ങളും എടുക്കുക. ദൈവം നമ്മുടെ ഒന്നും പേരിൽ ഇത് പകരാൻ നമ്മളിവിടെ ഒന്നും കൊടുത്തു വെച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ കൃപയാ. അപ്പൊ ഈ കൃപയെ കൊണ്ട് സാമാന്യത്തിന്റെ ഇടയിൽ ഇട്ട് മൂടിയാൽ ദൈവം വെറുതെ ഇരിക്കത്തില്ല. അവിടെ ആളെ ഇറക്കി. എന്നാത്? അവൻ സാമാന്യങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു എന്നരുളി ചെയ്തു. മലയാളം ട്രാൻസ്ലേഷൻ ആയോണ്ടാ കേട്ടോ അതിനെ അങ്ങനെ. ഒളിച്ചിരിക്കുന്നു എന്നരുളി ചെയ്തു. അവർ ഓടിച്ചെന്ന് അവിടെ നിന്ന് അവനെ കൊണ്ടുവന്നു. ജനമധ്യേ നിന്നപ്പോൾ അവൻ ജനത്തിൽ എല്ലാവരെക്കാളും, മൈ ഗോഡ്, അവൻ ജനത്തിൽ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. തോൾ മുതൽ. ഇത്രയും ക്വാളിഫൈഡായ, ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യൻ തന്നെ തന്നെ കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് അവൻ തന്നെ ജീവിതം തുലയ്ക്കാൻ വേണ്ടി അവൻ സാമാന്യങ്ങളുടെ ഇടയിൽ അഭയം പ്രാപിച്ചു. അഭിഷേകമുള്ള ഏലിയാവ് ചെന്ന് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നതേ ഉള്ളൂ. ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അവിടെ പോയി മറിഞ്ഞിരുന്നു, ജെസബേൽ കാണാതിരിക്കാൻ വേണ്ടി. എൻ്റെ പൊന്നു ദൈവാസനെ, നമ്മുടെ മേലുള്ള അഭിഷേകം ഒന്നൊരു ജെസബേൽ വിചാരിച്ച പോണ കാര്യമല്ല, ഞാൻ കൂടെ വിചാരിക്കണം. ഇപ്പൊ ജെസബേലിന് എന്നെ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കൂടെ വിചാരിക്കണം. പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് യോസേഫിനെ കൊണ്ടുപോകണമെങ്കിൽ യോസേഫും കൂടെ വിചാരിക്കണം. മനസ്സിലായില്ലേ? പുള്ളി തുണി പോണേ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇട്ടേച്ചു ഓടി. ചില ജെസബേലിന്റെ ഒക്കെ മുമ്പിൽ നിന്ന് നിന്റെ അഭിഷേകം നഷ്ടപ്പെടാതെ നീ ഓടി മറയുന്നതാണ് ബുദ്ധി. അതാണ് പുരുഷത്വം. ജനം പുള്ളിയെ തപ്പിയെടുത്ത് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ മറ്റുള്ളവരെക്കാൾ തോൾ മുതൽ പൊക്കമേറിയ ഒരു മനുഷ്യൻ, ഇത്രയും നല്ലൊരു മനുഷ്യൻ പോയി മറഞ്ഞിരിക്കുക. ഈ മനുഷ്യനെ ബാധിച്ച ബാധ എന്താന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഭയമാണോ? ആയിരിക്കാം. നാണക്കേടാണോ? ആയിരിക്കാം. എന്താണെങ്കിലും അഭിഷേകം അതിനെ നീക്കം ചെയ്യാൻ ശക്തമാണ്. ഇന്ന് ഞാൻ ദൈവാത്മാവിൽ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു. സുഹൃത്തെ, ദൈവിക അഭിഷേകം പ്രാപിച്ചിട്ടും ഒത്തിരി നിങ്ങളുടെ ഉള്ളിൽ കാഴ്ചപ്പാടുകളുണ്ടെങ്കിൽ നീ ഏതിൻ്റെയൊക്കെയോ അകത്ത്, ഏതൊക്കെയോ മെറ്റീരിയൽസിനകത്ത്
ഏതൊക്കെയോ സാമാനങ്ങൾക്കകത്ത് നീ കുടുങ്ങിപ്പോയി എങ്കിൽ നിന്റെ അഭിഷേകത്തിന് അത് കേടാ. നിന്നെ ദൈവത്തിന് യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം തന്നെ നീ ആ സാമാനങ്ങൾ വിട്ട് പുറത്തു വരിക. നിന്നെ അതിനകത്ത് നിന്നെ മറച്ചു പിടിച്ചിരിക്കുന്ന അതെന്തോ ആകട്ടെ, അത് ജീവിത പ്രാരബ്ധമായിരിക്കാം, അത് മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അയ്യോ വെളിയിൽ പറയല്ലേ, ഞാനാ വിളിച്ചതെന്ന് വെളിയിൽ പറയല്ലേ, ഞാൻ നിങ്ങളുടെ കൂട്ടായ്മയുണ്ടെന്ന് വെളിയിൽ പറയല്ലേ, ഞാൻ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത് വെളിയിൽ പറയല്ലേ. മറച്ചു പിടിച്ചിരിക്കുക. ദുരഭിമാനം, അഭിമാനം അല്ലത്, വെളിയിൽ പറയല്ലേ. അയ്യോ ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഭയം, ദുരഭിമാനം, വെളിയിൽ പറയല്ലേ, മറച്ചു പിടിച്ചിരിക്കുക അവരെ തന്നെ. ഞാൻ യേശുവിൻ്റെ കൂടെയാന്ന് പറയല്ലേ. എന്നെന്തോ വേണം? അഭിഷേകം വേണം, വിടുതൽ വേണം, സമാധാനം വേണം, സന്തോഷം വേണം. പക്ഷെ വെളിയിൽ പറയല്ലേ, ആരെ അറിയിക്കല്ലേ. സാമാനങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്നവന്റെ ലക്ഷണം അത്. പുറത്തു വന്നിട്ടില്ല. പക്ഷെ നമ്മൾ പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സാമാന്യങ്ങളുടെ ഇടയിൽ ഇരുന്ന് പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പുറത്തു വരണേ കർത്താവ്, പുറത്തു വരട്ടെ കർത്താവ്. എന്തു വരാനാ? നീയേ ആകെ ഇരിക്കുന്നത് കുഴിക്കാത്ത. ഹല്ലേലൂയ. എന്നിട്ടും അവൻ അഭിഷേകം ചെയ്തു എന്നുള്ളതാ. ദൈവം യൂസ് ചെയ്തു എന്നുള്ളതാ. പക്ഷെ പിന്നീടും അസൂയയും അഹങ്കാരവും നിഗളവും കയറിയത് കൊണ്ടാണ് ശൗലിനെ വെട്ടി താഴെയിട്ടത് ദൈവം. സഹോദര, ഞാൻ നിർത്തുകയാണ്. ദൈവം നമ്മുടെ മേൽ അഭിഷേകം പകർന്നത് തന്നെ നമ്മളെ പലതിൻ്റെ അകത്തൊന്നും പുറത്തു കൊണ്ടുവരാനാണ്. അഭിഷേകം പ്രാപിച്ചിട്ടും ഞാൻ പിന്നെയും പഴയ വഴിക്കേ പോകത്തുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ അട്ടയുടെ സ്വഭാവം കാട്ടാതെ നമ്മൾ ദൈവസന്നിധിയിൽ ദൈവം പകർന്നതിനൊത്തവണ്ണം നിൽക്കാമെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. ഏത് തരത്തിലും ഉപയോഗിക്കും. എത്ര വലിയ നിലയിലും ദൈവം യൂസ് ചെയ്യും. ഏത് നിലവാരത്തിലും ദൈവം നമ്മളെ യൂസ് ചെയ്യും. ദൈവം സകലതും നമ്മളിലൂടെ ഓപ്പറേറ്റ് ചെയ്യുക. അത് ദൈവത്തിന് ഇഷ്ടമാണ്. കാരണം ഒരുപാട് പേരുടെ പ്രതീക്ഷ ദൈവം തിരഞ്ഞെടുത്ത നിങ്ങളിൽ കിടക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷ നിങ്ങളിലൂടെയാണ്. നിങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ രക്ഷ നിങ്ങളിലൂടെയാണ്. നിങ്ങളുടെ ബ്ലഡ് ലൈനിലുള്ളവരുടെ രക്ഷ നിങ്ങളിലൂടെയാണ്. നിങ്ങളുടെ സഭയിലുള്ളവരുടെ രക്ഷ, വിടുതൽ നിങ്ങളിലൂടെയാണ്. നിങ്ങളുടെ ദേശത്തിൻ്റെ ഒരു വിടുതൽ നിങ്ങളിലൂടെയാണ്. ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ഒത്തിരി പേരെ ദൈവം എന്നിലൂടെ കാണുകയാണ്, ഞാനെന്ന വ്യക്തിയിലൂടെ കാണുകയാണ്. അപ്പം ഞാൻ ഏതെങ്കിലും സാമാന്യത്തിനിടെ പോയി ഒളിച്ചിരുന്ന് എന്തോ ചെയ്യും? എന്നിട്ട് ഞാൻ പറയാം, കർത്താവേ എല്ലാ ജനത്തെ അനുഗ്രഹിക്കാൻ എന്നിലൂടെ ഒരു കാര്യം ദൈവത്തിന് പുറപ്പെടുവിക്കാൻ കഴിയാതെ എങ്ങനെ അവരെ അനുഗ്രഹിക്കണമെന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും പോയിരുന്നു. ഇതാണ് കാര്യം. ദൈവം പല നിലയിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ബേസിൽ നിങ്ങളെ യൂസ് ചെയ്യും. അതിനെ സബ്മിറ്റ് ചെയ്യുക, സറണ്ടർ ചെയ്യുക. ഏതിൻ്റെങ്കിലുമൊക്കെ അകത്ത് നമ്മൾ മറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ മറയൊക്കെ നീക്കി പുറത്തു വരാനുള്ള സമയം ഓൾറെഡി കഴിഞ്ഞു. ഇപ്പം തന്നെ ലേറ്റാ. ഇനിയെങ്കിലും നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. ഞാൻ തന്നെ എനിക്കിട്ടിരിക്കുന്നൊരു സ്ക്രീൻ ഞാൻ നീക്കാൻ തയ്യാറാണ്. ഞാൻ തന്നെ എനിക്ക് വെച്ചിരിക്കുന്നൊരു ബാരിയർ ഞാൻ നീക്കാൻ തയ്യാറാണ്. ഞാൻ തന്നെ എനിക്ക് വെച്ചിരിക്കുന്ന ഒരു അതിർത്തി ഞാൻ തന്നെ ബ്രേക്ക് ചെയ്യുകയാണ്. ഞാൻ എപ്പോഴും ഇതിനകത്തേ നിൽക്കുകയുള്ളൂ, ഞാൻ എപ്പോഴും ഇത്രേ പറ്റുള്ളൂ, എനിക്കിങ്ങനെ വരും, എന്തൊക്കെ കേട്ടാലും ഇങ്ങനെ പറ്റുള്ളൂ. ഈ ഒരു അതിർത്തി ബ്രേക്ക് ചെയ്യുക. ദൈവം നിന്നെ യൂസ് ചെയ്യും. നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വരും. ആമേൻ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എത്ര ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? എത്ര ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? ആ മറ, ഞാനായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നൊരു മറ, ഞാനായിട്ട് വെച്ചിരിക്കുന്നൊരു മറ, അത് നീങ്ങേണ്ടതിന് ലബ്രോസി ഹീബ്രാന ലേറിയാസ് ടബോലി ടംപ്രൂസ് ഇഖൈനാമ റുഫാന എൽ റുഫീരിയാസിയാന്ധരബോ. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മറ്റുള്ളവനെ കുറിച്ച് വെളിപ്പെടുത്തുവാനുള്ളൊരു പ്രവചനാഭിഷേകം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരട്ടെ. ആ ഒരു പ്രൊഫറ്റിക്കൽ അനോയിന്റിങ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പകരുമാറാകട്ടെ. നിന്റെ ഹൃദയ രഹസ്യത്തെ വെളിപ്പെടുത്തേണ്ടതിന്
ദൈവത്തിൻ്റെ ആത്മാവ് പകരുന്ന ഒരു പ്രൊഫറ്റിക്കൽ റിലം. യേശുവിൻ്റെ ആത്മാവേ, ഇന്ന് ഞങ്ങൾക്കായി തുറന്നു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെട്ട് കിട്ടേണ്ടതിന് ഞങ്ങൾക്കത് തുറന്നു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് അത് പ്രയോജനപ്പെടേണ്ടതിന് അത് തുറന്നു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഹങ്കരിക്കാനല്ല ദൈവമേ, ആള് കളിക്കാനല്ല ദൈവമേ, ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി അടുപ്പിക്കാൻ ഞങ്ങൾക്ക് ആ പ്രവചനാത്മാവ് ഉതകുമെങ്കിൽ പിതാവേ, ഞങ്ങൾ അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ശമൂവേലിന്റെ മേൽ ദൈവം അത് പകർന്നതുപോലെ ഞങ്ങളുടെ മേൽ in the name of Jesus, മഹത്വത്തിന്റെ സാന്നിധ്യമേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം പല അളവുകളിൽ ഞങ്ങളുടെ മേൽ പകർന്നിട്ടും ഞങ്ങൾ തന്നെ ഏതൊക്കെയോ മെറ്റീരിയൽസിന്റെ കീഴിലായി പോയെങ്കിൽ, ലോകമോഹങ്ങളുടെ ഇടയിലായി പോയെങ്കിൽ, ഞങ്ങളുടെ ഉയരവും കോമളത്വവും മറന്ന്, ഞങ്ങളുടെ സ്പിരിച്വൽ ബ്യൂട്ടി മറന്ന്, ഞങ്ങളുടെ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റീസ് മറന്ന് ഞങ്ങൾ ലോകത്തിനകത്ത് മുഴുകിപ്പോയെങ്കിൽ, ഞങ്ങൾ പാപത്തിനകത്ത് മുഴുകിപ്പോയെങ്കിൽ, മറഞ്ഞിരിക്കുന്നെങ്കിൽ, ഞങ്ങളെ തന്നെ മുക്കി വച്ചിരിക്കുന്നെങ്കിൽ, ലോക മനുഷ്യരുടെ ഇടയിൽ, ലോക മനുഷ്യന്റെ മാനത്തിനു വേണ്ടി, ലോക മനുഷ്യന്റെ അംഗീകാരത്തിന് വേണ്ടി, സാമാനങ്ങൾക്കിടയിൽ ഞങ്ങളെ തന്നെ ഒരു ശൗല് തന്നെ മുക്കി വെച്ചതുപോലെ മുക്കി വെച്ചിരിക്കുന്നെങ്കിൽ, ഞങ്ങളെ യേശുവിന്റെ നാമത്തിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ്. ഞങ്ങൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ്. ഞങ്ങളെ എന്തിനുപയോഗിക്കണമെന്ന് ദൈവം ഇച്ഛിച്ച് ഞങ്ങളുടെ മേൽ ആത്മാവിനെ പകർന്നുവോ അതിലേക്ക് ഞങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ദൈവ സാന്നിധ്യം കൊണ്ട് മൂടണം. അഭിഷേകത്തിന്റെ ശക്തിയിൽ ഇവരെ നിലനിർത്തിക്കൊള്ളണം. വൈരിയുടെ സകല ബലവും തകർക്കണം അപ്പ. എല്ലാ കൺഫ്യൂഷൻസ്, എല്ലാ ആകുല ചിന്തകൾ, എല്ലാ ഭയം, ദുഃഖം, നിരാശ, നെടുവീർപ്പ്, എല്ലാ മരണഭീതി, എല്ലാ സൂയിസൈഡ് ടെൻഡൻസി, എല്ലാ ഘടഭാരങ്ങൾ, രോഗ ദുഃഖ ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. അഭിഷേകത്തിന്റെ പുഷ്ടി സകല നുകത്തെയും തകർക്കുമല്ലോ. ഞാൻ ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് മഹത്വത്തിന്റെ ശക്തി പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങേക്ക്. യേശുവിൻ നിസ്തുല്യമാം നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.